മത്തായി എഴുതിയ സുവിശേഷം 10 പത്രോസ് അവനോട് ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. പത്രോസിന്റെ വലിയ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ്. പത്രോസ് പലപ്പോഴും യേശുക്രിസ്തുവിനോട് മറ്റ് ശിഷ്യന്മാരെക്കാൾ വ്യത്യസ്തമായി ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന, ആവശ്യങ്ങൾ പറയുന്ന, തൻ്റെ സംശയങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ശിഷ്യനായിരുന്നു പത്രോസ്. സുവിശേഷ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ്. നോക്കൂ, ഇവിടെ പത്രോസ് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വളരെ പ്രശസ്തമായ ഒരു ചോദ്യമാണ്. എന്താണ് പത്രോസ് യേശുവിനോട് ചോദിക്കുന്നത്? ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് ദൈവവചനത്തിലൂടെ ചിന്തിക്കുവാൻ പോകുന്ന ആത്മീക സന്ദേശം, യേശുവിനെ അനുഗമിച്ചാൽ നമുക്ക് എന്ത് ലഭ്യമാകും എന്നുള്ളതാണ്. സന്ദേശം മനസ്സിലാക്കിയ ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. നമ്മൾ പല യോഗങ്ങളിൽ വന്നിട്ട് മടങ്ങി വീട്ടിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ വരാതിരുന്ന ആരെങ്കിലും ഇന്നലെ വന്ന ദൈവദാസൻ എന്താ പ്രസംഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും വിഷയം അറിയത്തില്ല, ഇല്ലേ? അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിൽ വന്നവരാരും വിഷയം മനസ്സിലാക്കാതെ പോകരുത്. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുന്ന ആത്മീക സന്ദേശം ഇതാണ്: യേശുവിനെ അനുഗമിച്ചാൽ നമുക്ക് എന്ത് ലഭ്യമാകും? ഇത് പത്രോസിന്റെ വളരെ പ്രശസ്തമായ ചോദ്യമാണ്. ഈ കാലഘട്ടത്തിലും പ്രാധാന്യതയുള്ള, പ്രസക്തിയുള്ള, കാലിക പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ് പത്രോസ് ചോദിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയിലും പലരും യേശുവിനെ പറ്റി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് 2025 വർഷങ്ങൾക്ക് മുമ്പ് പത്രോസ് ചോദിച്ചതാണെങ്കിലും ഇന്ന് രാത്രിയിലും ഈ ചോദ്യത്തിന് പ്രശസ്തിയുണ്ട്. ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇന്ന് രാത്രി ഈ സുവിശേഷ യോഗം ഈ പന്തലിനകത്തും ഈ ദേശത്തിന്റെ ഈ ശബ്ദമെത്തുന്ന മേഖലകളിലും ഇരുന്നു കൊണ്ട് ഈ പാട്ടും ഈ പ്രാർത്ഥനയും ഈ പ്രസംഗവും കേൾക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും തിരിച്ചറിയണം, യേശുവിൽ വിശ്വസിച്ചാൽ എന്തു പ്രയോജനമാണ് ലഭ്യമാകാൻ പോകുന്നത്. ഞങ്ങൾ യേശുവിനെ അറിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് നന്മയാണ് ഉണ്ടാകാൻ പോകുന്നത്. യേശുവിനെ അനുഗമിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരമുള്ള വിടുതലാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഗ്രഹിക്കണം, മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസ് ഈ ഒരു ചോദ്യം യേശുവിനോട് ചോദിക്കുവാന് ഒരു കാര്യമുണ്ട്. പത്രോസ് ഈ ചോദ്യം യേശുവിനോട് എന്തുകൊണ്ടാണ് ചോദിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അധ്യായം തന്നെ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ അത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ആമുഖങ്ങൾ ഒത്തിരി പറയാതെ വേഗത്തിൽ സന്ദേശത്തിലേക്ക് പ്രവേശിച്ചത് സമയം നമ്മുടെ മുമ്പിൽ ഒരുപാടില്ലാത്തത് കൊണ്ടാണ്. വേഗത്തിൽ എനിക്ക് ഈ സന്ദേശം പറഞ്ഞ് അവസാനിപ്പിക്കണം. എന്താണ് അവിടെ കൊടുത്തിരിക്കുന്ന സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ വാക്യങ്ങളും വായിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതായതുകൊണ്ട് അതൊന്ന് വായിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കൾ അതൊന്ന് വായിച്ചു വേഗം ഒന്ന് മുന്നോട്ട് പോകാമോ? 16-ാമത്തെ വാക്യം. അനന്തരം ഒരുത്തൻ വന്ന് അവനോട് ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്തു നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് ഒരു യൗവനക്കാരൻ യേശുവിന്റെ അടുക്കൽ വന്നുള്ള ചോദ്യമോ 3 ചോദ്യങ്ങളാണ് ആ യൗവനക്കാരൻ യേശുവിനോട് ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് നന്മ, അല്ലെങ്കിൽ ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത്? യേശു പറയുന്ന മറുപടി: എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട്. യേശു ഉടനെ പറയുകയാണ്, നന്മയൊന്നും ചെയ്യുകയല്ല വേണ്ടത്,
നിത്യജീവനിൽ പ്രവേശിക്കാൻ നീ എന്ത് ചെയ്യണം? കൽപ്പനകളെ പ്രമാണിക്കണം. അപ്പോൾ ഈ സഹോദരൻ വിചാരിച്ചത് നിത്യജീവനിലേക്ക് പ്രവേശിപ്പാൻ, സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ എന്ത് ചെയ്താൽ മതി? എന്തെങ്കിലും നന്മ ചെയ്താൽ മതി. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ എന്തെങ്കിലും സൽപ്രവർത്തികൾ കൊണ്ട് സാധ്യമല്ല, എന്തെങ്കിലും മാനുഷിക നന്മകൾ കൊണ്ട് സാധ്യമല്ല. സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു അടിവരയിട്ട് പറയുകയാണ്, കൽപ്പനകളെ പ്രമാണിക്കണം. കൽപ്പനകളെ പ്രമാണിക്കണം. സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ ഒരേ ഒരു മാർഗം, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ ഒരേ ഒരു മാർഗം, അത് സത്യവചനം അനുസരിക്കുക എന്നുള്ളതാണ്. നന്മ ചെയ്യുന്നത് കൊണ്ട്, ആതുര പ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ട്, സൽപ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ട് അതിന്റെ പേരിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ ആർക്കും സാധ്യമല്ല. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ഉം 9-ഉം വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത ഒരു പദം കൂടെ, പ്രവൃത്തി അല്ല. വാക്യം എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ഉം 9-ഉം വാക്യങ്ങൾ. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. കണ്ട, പൗലോസ് വ്യക്തമാക്കുകയാണ്, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളത്, നിത്യജീവൻ കരഗതമാക്കുക എന്നുള്ളത് ഒറ്റ മാർഗമേ ഉള്ളൂ. മാനസാന്തരപ്പെടുക, രക്ഷിക്കപ്പെടുക, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അതാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ഉം 9-ഉം വാക്യങ്ങൾ. അപ്പോൾ ആ യൗവനക്കാരന്റെ യേശുവിനോടുള്ള ഒന്നാമത്തെ ചോദ്യം, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു പറയുന്ന മറുപടി, കൽപ്പനകളെ പ്രമാണിക്കണം. അടുത്ത രണ്ടാമത്തെ ആ സഹോദരന്റെ ചോദ്യം, ഏത് കൽപ്പനകൾ? ഉടനെ യേശു പറയുന്ന കൽപ്പനകൾ വായിക്കാം. അടുത്ത വാക്യം 18-ാമത്തെ വാക്യം. ഏവ എന്നവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ. നോക്കൂ, യേശു ഒരു കൂട്ടം കൽപ്പനകൾ ന്യായപ്രമാണത്തിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണ്. നീ ഈ കൽപ്പനകളെല്ലാം പ്രമാണിക്കുക, എന്നാൽ നിനക്ക് നിത്യജീവങ്ങളിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഉടനെ ഈ സഹോദരൻ പറയുകയാണ്, ഞാൻ ഇവയെല്ലാം ചെയ്യുന്ന വ്യക്തിയാണ്. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈ ഭാഗം മർക്കോസ് വിശദീകരിക്കുമ്പോൾ മർക്കോസ് അവിടെ എഴുതിയിരിക്കുന്നത്, ആ സഹോദരൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതലേ ചെയ്തു വരുന്ന കാര്യമാണ്. മൂന്നാമത്തെ അവന്റെ ചോദ്യം, ഇനിയും അധികമായി എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ? വാക്യം വായിക്കാം, 20-ാമത്തെ വാക്യം. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. കണ്ടോ, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു വരികയാണ്, ഇനി കുറവുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ഈ സഹോദരൻ വിചാരിച്ചു തന്റെ ജീവിതത്തിൽ യാതൊരു കുറവുമില്ല, ഞാൻ വളരെ പെർഫെക്റ്റ് ആണ്. പലരും ഇതുപോലെയുള്ള സുവിശേഷ യോഗങ്ങൾ ക്രമീകരിക്കുമ്പോൾ ദൈവവചനം അനുസരിക്കണം, മാനസാന്തരപ്പെടണം, ദൈവകൽപ്പന ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നൊക്കെ പറയുമ്പോൾ പലരും പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഞങ്ങളാരും ഒരു തെറ്റും ചെയ്യുന്നില്ല, ഞങ്ങളാരും ഒരു കുറ്റവും ചെയ്യുന്നില്ല, ഞങ്ങൾ അധാർമികമായി ജീവിക്കുന്നില്ല, ഞങ്ങൾ മോഷ്ടിക്കുന്നില്ല, ഞങ്ങൾ കൊലപാതകം ചെയ്യുന്നില്ല, അക്രമങ്ങൾ ചെയ്യുന്നില്ല, ആർക്കും ഒരു പ്രയാസവും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പെർഫെക്റ്റ് ആണ് എന്ന് അവകാശപ്പെടുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. നോക്കൂ, ഈ സഹോദരൻ പറയുകയാണ്, കുറവായിട്ട് വല്ല ഉണ്ടെങ്കിൽ യേശുവെ പറഞ്ഞാലും. ഈ സഹോദരൻ വിചാരിച്ചു യേശു ഇനി ഇവിടെ മൗനമായിരിക്കുമെന്ന്.
എന്നാൽ യേശു പറയുകയാണ്, ഒരു കുറവ് നിന്നിൽ കാണുന്നുണ്ട്, ഒരു കുറവ് നിന്നിൽ കാണുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മൾ എന്തെല്ലാം അവകാശ പ്രഖ്യാപനവും ദൈവത്തിന്റെ സന്നിധിയിൽ ആമയുടെ എടുത്തുയർത്തി പറഞ്ഞാലും ദൈവത്തിന് നമ്മളെ ചൂണ്ടി പറയുവാൻ ഒരു കുറവെങ്കിലും ഉണ്ട്. സകല മാനവജാതിയെ നോക്കി ദൈവത്തിന് പറയാൻ ഒരു കുറവുണ്ട്. ആ കുറവ് മറ്റൊന്നുമല്ല, മനുഷ്യൻ പാപിയാണെന്നുള്ള കുറവാണ്. മനുഷ്യൻ പാപിയാണ്. സകല മനുഷ്യരും പാപികളാണ്. അധാർമിക ജീവിതചര്യകൾ ചെയ്യുന്നില്ലെങ്കിലും, കുലപാതകങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും, ആക്രമണങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും, മോഷ്ടിക്കുന്നില്ലെങ്കിലും, ആർക്കും ഒരു ഉപദ്രവവും ചെയ്യുന്നില്ലെങ്കിലും ഇന്ന് രാത്രി ബൈബിൾ പറയുകയാണ്, മനുഷ്യൻ പാപിയാണ്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപികളാണ് എന്ന് ബൈബിൾ മാനവരാശി നോക്കി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപം ചെയ്യുന്നത് കൊണ്ട് പാപികളായതല്ല. മനുഷ്യർ പാപം ഏതെങ്കിലുമൊക്കെ പാപം ചെയ്യുന്നത് കൊണ്ട് മനുഷ്യൻ പാപികളായതല്ല. പിന്നെയോ മനുഷ്യർ പാപികളായതുകൊണ്ട് പാപം ചെയ്യുകയാണ്. റോമാലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, എങ്ങനെ മനുഷ്യൻ പാപികളായി. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ സംഭവിച്ചു. ഇങ്ങനെ സകല മനുഷ്യരും പാപം ചെയ്യുക നിമിത്തം മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഇന്ന് രാത്രി സുവിശേഷ സന്ദേശം കേൾക്കുമ്പോൾ, മാനസാന്തരപ്പെടണമെന്ന് പറയുമ്പോൾ, ദൈവകൽപ്പന അനുസരിക്കണമെന്ന് പറയുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണമെന്ന് പറയുമ്പോൾ, ഞങ്ങൾ ആരും ഒരു കുറ്റവും ചെയ്യുന്നില്ല എന്ന് ആർക്കും അവകാശപ്പെടുവാൻ കഴിയുകയില്ല. യേശുവിനെ സ്വന്തം രക്ഷിതാവും ദൈവമായി അംഗീകരിക്കാത്തവരെല്ലാം പാപികളുടെ ലിസ്റ്റിലാണ്. ഇന്ന് രാത്രി സ്വർഗം നമ്മെ നോക്കി വിരൽ ചൂണ്ടുകയാണ്, നീ പാപിയാണ്. മനുഷ്യർ മുഴുവൻ പാപിയാണ്. ഒരു കുറവുണ്ട്, ഒരു കുറവുണ്ട്, ഒരു കുറവുണ്ട്, ഒരു കുറവുണ്ട്. ആ കുറവ് എന്താണ്? പാപിയാണെന്നുള്ള കുറവാണ്. പാപിയാണെന്നുള്ള യാഥാർത്ഥ്യം മനുഷ്യർ തിരിച്ചറിയുകയാണ്. അതാണ് ചിലവർക്ക് അവരുടെ ജീവിതത്തിൽ അവർ യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് നീതീകരിക്കപ്പെട്ടവരാണെന്ന് ചിന്തിച്ച് ജീവിക്കുകയാണ്. ഇന്ന് രാത്രി സുവിശേഷം പറയുകയാണ്, സകല മനുഷ്യരും പാപികളാണ്. ഒരു കുറവ്, മനുഷ്യൻ പാപിയാണെന്നുള്ള കുറവ്. അത് തിരിച്ചറിയുക, പാപബോധം ഉണ്ടാവുക, യേശുവിനെ സ്വന്തം രക്ഷിതാവും ദൈവമായി അംഗീകരിക്കുക, അതാണ് മനുഷ്യന് വേണ്ടത് എന്ന് സുവിശേഷം വ്യക്തമാക്കുകയാണ്. അപ്പൊ നോക്കിക്കുക, ആ സഹോദരന്റെ അതി പ്രശസ്തമായ പ്രധാനമായ 3 ചോദ്യങ്ങൾ. സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്ന് മാത്രമല്ല, എന്ത് നന്മ ഞാൻ ചെയ്യണം? യേശു പറയുന്നു, നന്മ ചെയ്തുകൊണ്ട് ഒരു ഫലവുമില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടവർ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. അതാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെയും 9-ാമത്തെയും വാക്യം നമ്മൾ വായിച്ചു. അതിന്റെ തൊട്ട് താഴെയുള്ള വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നമ്മൾ ദൈവ സൽപ്രവർത്തികൾക്ക് വേണ്ടി ഇവിടെ ആക്കിയിരിക്കുകയാണ്. സൽപ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ട് ഒരാൾ സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവും ദൈവമായി അംഗീകരിക്കണം, ദൈവകൽപ്പനകൾ പ്രമാണിക്കണം, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഇങ്ങനെ വേർപെട്ടവർ എന്ത് ചെയ്യണം? സൽപ്രവർത്തികൾ ചെയ്യണം. അതാണ് ബൈബിൾ പറയുന്നത്, അതാണ് ബൈബിൾ വ്യക്തമാക്കുന്നത്. നിങ്ങൾക്ക് ആ വാക്യം മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഈ സഹോദരന്റെ 3 ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം? യേശു പറയുകയാണ്, നീ കൽപ്പനകൾ അനുസരിക്കണം. ഏവ എന്ന് ചോദിച്ചപ്പോൾ യേശു ഒരു കൂട്ടം കൽപ്പനകൾ നൽകുകയാണ്. ഇവയെല്ലാം ഞാൻ ചെയ്യുന്നു, ഇനി കുറവായിട്ടുള്ളത് വല്ലോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യേശു പറയും, നീ ധനവാനാണ്, സൽഗുണപൂർണനാകുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ ധനം മുഴുവൻ നീ വിൽക്കുക, എന്നിട്ട് നീ എന്ത് ചെയ്യുക? ദരിദ്രർക്ക് കൊടുക്കുക. ഇത് കേട്ടപ്പോൾ ആ സഹോദരൻ ബഹുസമ്പന്നനായതുകൊണ്ട് അത് കേട്ട് പ്രയാസപ്പെട്ട്, ഇനി എനിക്ക് നിത്യജീവനും വേണ്ട, എനിക്ക് സ്വർഗരാജ്യവും വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ അഡ്രസ് പോലും ഇല്ല, പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് യേശു തന്റെ ശിഷ്യന്മാരോട് ഒരു ചെറു പ്രബോധനം. എന്താ യേശു പ്രബോധിപ്പിക്കുന്നത്? ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് അസാധ്യമാണ്. മർക്കോസും
മത്തായിയും വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. നിങ്ങൾ പിന്നീട് നോക്കിക്കോ, മർക്കോസ് 10 മത്തായി 19 മർക്കോസ് പറയുന്നത് ധനത്തിൽ ആശ്രയിക്കുന്നവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ഇവിടെ മത്തായി പറയുന്നത് 23 വാക്യം, യേശു തന്റെ ശിഷ്യന്മാരോട് ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിസ്സാരമായൊരു കാര്യമല്ലേ യേശു പറയുന്നത്. യെരുശലേമിൽ വലിയൊരു ഗേറ്റ് ഉണ്ട്, അതെപ്പോഴും ഒന്ന് തുറന്നിട്ടിരിക്കുകയല്ല. ചില സമയമാകുമ്പോൾ അത് തുറക്കും, ചില സമയമാകുമ്പോൾ അത് അടയ്ക്കും. അപ്പോൾ തന്നെ ആ വലിയ ഗേറ്റിനകത്തൊരു ചെറിയ വാതിലുണ്ട്. അത്യാവശ്യക്കാർക്ക് അതിലൂടെ പുറത്തു പോവുകയും അകത്ത് വരികയും ചെയ്യാം. ഈ സന്ദർഭമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചിലർ എന്ത് ചെയ്യുന്നറിയാം, ആ ഒട്ടകത്തിന്റെ നീളം നിങ്ങൾക്കറിയാമല്ലോ. ആ ഒട്ടകത്തെ കയറിപ്പോകാൻ കഴിയാത്ത ആ വാതിലിലൂടെ ഒട്ടകത്തെ കടത്തുന്നവരുണ്ട്. അത് വലിയ അപകടത്തിലേക്ക് ചെന്ന് ഭവിക്കുന്നുണ്ട്. യേശു ഇത് നോക്കിയാണ് പറഞ്ഞതെന്ന് ചില വേദപണ്ഡിതക്കന്മാർ പറയുന്നു. അല്ല, നമ്മളൊരു ചെറിയ സൂചിക്കകത്ത് നൂല് കോർക്കാൻ എത്ര പ്രയാസപ്പെടുന്നു ഇല്ലേ? ആന്റിമാർക്ക് അതറിയാമല്ലോ. എന്തെല്ലാം ചെയ്തിട്ടാണ് ഈ നൂലൊന്ന് കയറ്റുന്നേ. അത്രയ്ക്ക് ദുഷ്കരമാണ് ധനവാൻ സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്നല്ല, ധനത്തിൽ ആശ്രയിക്കുന്നവർ, ലവ് ഓഫ് മണി, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ചിലർ ഇത് കാംക്ഷിച്ചിട്ട് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുന്നു. അപ്പൊ ധനം നമുക്ക് ആവശ്യമാണ്, ഇല്ലയോ? ധനം ആവശ്യമാണ്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് കറുകച്ചാലി വെച്ച് പെട്രോൾ അടിച്ച് ഞാൻ പമ്പിൽ കയറി പറഞ്ഞു 500 പെട്രോൾ അടിച്ചോളം പറഞ്ഞു. എന്നിട്ട് പൈസ ചോദിച്ചപ്പോൾ ഞാൻ രതീഷ് പാസ്റ്റർ നടത്തുന്ന സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കാൻ പോവാ, പൈസ ഇല്ലാന്ന് പറഞ്ഞാലോ എന്തായിരിക്കും രസം? എന്തായിരിക്കും, ഇല്ലയോ? എൻ്റെ തൊട്ടടുത്തൊരു ഒരു സ്റ്റേഷനറി കടയുണ്ട്. എല്ലാ ദിവസവും ചെന്ന് എനിക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ഞാൻ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഞാൻ ചെന്നിട്ട്, ഞാനൊരു ഉപദേശിയാണ്, ദ്രവ്യാഗ്രഹമില്ലാത്ത ആളാണ്, അതുകൊണ്ട് കുറച്ച് അരിയും സാധനവും തന്നാട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു തരാം, പക്ഷെ പൈസ ആവശ്യമാണ്, ഇല്ലേ? നമുക്ക് പണം ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. നേഴ്സിങ്ങിനൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളില്ലേ, ഇല്ലേ? എന്തും വേണ്ടി ലക്ഷം പൈസ ആവശ്യമാണ്, ഇല്ലേ? വീട്ടിലെ കാര്യങ്ങൾക്ക് എന്തും വേണ്ടി പണം ആവശ്യമാണ്. ഒരു കാർ മേടിക്കണമെങ്കിൽ ഒരു ഉപദേശിയെന്ന് പറഞ്ഞിട്ട് കാർ ആരെങ്കിലും ചുമ്മാ തരുമോ? രക്ഷിക്കപ്പെട്ട ദ്രവ്യാഗ്രഹമില്ലാത്ത, പണത്തോട് സ്നേഹമില്ലാത്ത ഒരു വിശ്വാസിയാണ്, എന്നാൽ ഒരു വാഗണർ ചുമ്മാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് രതീഷ് ഭാഷ ആരെങ്കിലും തരുമോ? തരത്തില്ല. പണം ആവശ്യമാണ്. ഈ ഭൂമിയിൽ ജീവിക്കാൻ പണം ആവശ്യമാണ്. പിന്നെ എന്താ ബൈബിൾ പറയുന്നത്? പണത്തോടുള്ള സ്നേഹമാണ്, പണത്തിലുള്ള ആശ്രയമാണ്, പണം ഉണ്ടാക്കുന്ന മാർഗമാണ്. ഈ മാർഗം നിന്നെ നാം ദൈവരാജ്യത്തിലേക്ക് കടത്തുകയില്ലെന്നാണ് ബൈബിൾ വ്യക്തമാക്കുന്നത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്കൊരു സംശയം. ഇത് ഭയങ്കര ഉപദേശമാണല്ലോ യേശു പറയുന്നത്. യേശു പറഞ്ഞു നിങ്ങൾ സകലവും ത്യജിക്കണം, അതാണ് അതിൻ്റെ അർത്ഥം. ഇത് കേട്ടപ്പോഴാണ് പത്രോസിന്റെ ഉള്ളിൽ ഈ സംശയം ഉണ്ടായത്. ആ ചോദ്യത്തിലേക്ക് വരാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഉടനെ പത്രോസ് ചോദിക്കുകയാണ്, ആ സഹോദരനോട് അങ്ങ് പറഞ്ഞു നിന്റെ ധനമെല്ലാം ദരിദ്രന്മാർക്ക് കൊടുക്കുക, എന്നാൽ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞില്ലേ? യേശുവെ ഞങ്ങളെ നോക്കൂ, ഞങ്ങൾ സകലവും വിട്ടവരാണ്. എന്തൊക്കെ വിട്ടു? ഞങ്ങളുടെ വള്ളം ഞങ്ങൾ വിട്ടു, ഞങ്ങളുടെ വല ഞങ്ങൾ വിട്ടു, ഞങ്ങളുടെ ഉപജീവന മാർഗം ഞങ്ങൾ വിട്ടു, ഞങ്ങളുടെ മതം ഞങ്ങൾ വിട്ടു, ഞങ്ങളുടെ ഈ ഭൂമിയിലുള്ള സ്വാധീനതകളെല്ലാം ഞങ്ങൾ വിട്ടു. നിന്റെ വാക്ക് കേട്ട് നിന്റെ പുറകെ ഞങ്ങൾ വന്നവരാണ്. നീ വിളിച്ച അന്ന് മുതൽ എന്തെല്ലാം ഞങ്ങളുടെ പിന്നിലുണ്ടായിരുന്നു അതിനെല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നിന്റെ വാക്ക് കേട്ട് നിന്റെ കൂടെ നടക്കുകയാണ്. ചില വർഷമായിട്ട് ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിക്കുന്നു. ഞങ്ങൾക്ക് എന്ത് കിട്ടും ഇന്നറിയണം. 12 ശിഷ്യന്മാരുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ചോദിക്കുകയാണ്. പലരും പറഞ്ഞു ചോദിക്കുന്നത്. ചിലരിങ്ങനെയാണ്, ചോദിക്കത്തില്ല, പുറകിൽ നിന്ന് പറയും, ചോദിച്ചോളം പറയും. പലരും ഇത് തുറന്ന് ചോദിക്കാൻ വയ്യുന്നേ. പക്ഷെ പത്രോസിനൊരു കാര്യമുണ്ട്. പത്രോസ് ഒരു നിഷ്കളങ്ക മനുഷ്യനാണ്, എടുത്തുകാട്ടക്കാരനാണെന്നൊക്കെ പലരും പ്രസംഗിക്കാറുണ്ട്. ഞാനങ്ങനെ പറയാറില്ല. പത്രോസ് ഒരു നല്ല വിശ്വാസിയാണെന്നേ. രാത്രി മുഴുവനും ഒരു പടകിലൂടെ ഇങ്ങനെ ശിഷ്യന്മാർ സഞ്ചരിക്കുമ്പോൾ 4-ാം യാമത്തിനു മുമ്പ്
കടല് പ്രക്ഷുബ്ധമായി, കാറ്റും കോളും തിരമാലകളും പടകിനകത്തേക്ക് ഇരമ്പിക്കയറി ഇവിടെ മുങ്ങിപ്പോകുമെന്ന് ചിന്തിച്ചു നിൽക്കുന്ന സമയത്ത് യേശു അവൻ വെള്ളത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാരെല്ലാം പേടിച്ചിരിക്കുന്ന ആ സന്ദർഭത്തിൽ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, നീ ആകുന്നുവെങ്കിൽ എനിക്ക് വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കണം. എനിക്ക് വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കണം. ബാക്കി 11 പേരും മിണ്ടാതെ നിൽക്കുമ്പോൾ ഇന്നലെ രാത്രി മുഴുവനും ഞങ്ങളെ ഭയപ്പെടുത്തി ഇവിടെ മുങ്ങിപ്പോകുമെന്ന് വിധി എഴുതിയ ഈ തിരമാലകളെ എനിക്കൊന്ന് ജയിക്കണം. പത്രോസ് പറയുകയാണ്, അവൻ മാത്രമേ ജയിച്ചുള്ളൂ, അവൻ മാത്രമേ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നുള്ളൂ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ പ്രതിസന്ധിയെ ജയിപ്പാൻ ഒരു ആഗ്രഹം ഉണ്ടാകണം. ജയിപ്പിക്കുവാൻ ഇന്ന് രാത്രി കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ജയിക്കണമെന്ന് ആഗ്രഹമുള്ളവരെയാണ് കർത്താവ് ജയിപ്പിക്കുന്നത്. ഇന്ന് രാത്രി എന്റെ രോഗം സൗഖ്യമാകണം, ഇന്ന് രാത്രി എന്റെ പ്രതികൂലങ്ങൾ മാറണം, ഇന്ന് രാത്രി എന്റെ പ്രതിസന്ധികൾ മാറണം. എന്റെ ആത്മിക, ഭൗതിക, ശാരീരിക, മാനസിക തലങ്ങളിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് എനിക്കൊരു ജയം ആവശ്യമാണെന്ന് ഇന്ന് രാത്രി വചനം കേട്ട് പറയുന്ന ദൈവമക്കളെ, നിങ്ങളെ ജയിപ്പിക്കാൻ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് മാത്രമേ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നുള്ളൂ. യേശു പറഞ്ഞില്ല, 12 പേരില്ലായിരുന്നു. 12 പേരും അനുഭവിച്ച പ്രതിസന്ധിയല്ലേ, 12 പേരും അഭിമുഖീകരിച്ച പ്രതികൂലമല്ലേ. എന്നാൽ ഓരോരുത്തർ ഇറങ്ങിയാട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ ബൈബിളിൽ രതീഷ് ഭാഷ? ഇല്ല. ഒരുവൻ മാത്രം പറഞ്ഞു എനിക്ക് ജയിക്കണമെന്ന്. അവൻ മാത്രമേ ജയിച്ചുള്ളൂ. ഇന്ന് രാത്രി എത്ര പേർ പറയാം? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശബ്ദസീമയിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇനിയും സൗഖ്യമാകത്തില്ല എന്ന് പറഞ്ഞ വിഷയം, ഇനി ഈ പ്രതികൂലം മാറത്തില്ല എന്ന് പറഞ്ഞ വിഷയം, ഇന്ന് രാത്രി നീ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് യേശുവേ എന്നെ വിടുവിക്കണമേ എന്ന് പറഞ്ഞാൽ സൗജന്യമായി നിന്നെ വിടുവിപ്പാൻ യേശുവിന്റെ സാന്നിധ്യം ഈ ദേശത്ത് വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ജയം ആവശ്യമുള്ളവർക്കാണ് ജയം. ജയം ആവശ്യമുള്ളവർക്കാണ് ജയം കൊടുക്കുന്നത്. ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് കർത്താവ് ജയം കൊടുക്കുന്നത്. ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ രോഗം സൗഖ്യമാകണമെന്ന്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ സാമ്പത്തിക പ്രതിസന്ധികൾ മാറണമെന്ന്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ വീടിന്റെ പണി പൂർത്തീകരിക്കണമെന്ന്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ തലമുറയുടെ വിഷയത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദേശത്തൊരു ഉണർവുണ്ടാകണമെന്ന്? കിട്ടുന്നെങ്കിൽ കിട്ടട്ടെന്നല്ല, വ്യക്തമായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, ചില വിഷയങ്ങൾക്ക് എനിക്ക് വിടുതൽ ആവശ്യമാണ്. ദൈവമക്കളെ, ദൈവം ആരുടെയും പുറകെ വരത്തില്ല, നമ്മൾ ദൈവത്തിന്റെ പുറകെ പോകണം കേട്ടോ. ഇന്ന് രാത്രിയിൽ ചുമ്മാതിരുന്നു കഴിഞ്ഞാൽ വിടുതൽ ഉണ്ടാകത്തില്ല. ഇതിനകത്ത് വന്നു എന്ന് പറഞ്ഞ് ഒരു 10-30 പേരുണ്ടെന്നിരിക്കട്ടെ, ഈ 30 പേരെ ക്യൂ നടത്തി അനുഗ്രഹം തരുന്ന ദൈവമല്ല. ഇന്ന് രാത്രി ഒരാള് എനിക്ക് വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ടോ? ആ ഒരാളെ കൊണ്ട് തൃപ്തി വരുത്തുന്നവനാണ് ദൈവം. ഇന്ന് രാത്രി പറഞ്ഞാട്ട് എനിക്ക് ജയിക്കണം. ജയിക്കണമെന്ന് ആഗ്രഹിച്ച പത്രോസിന് എന്തോ നൽകി? ആമേൻ. കർത്താവ് ജയം നൽകി. അപ്പൊ പത്രോസിന്റെ ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പത്രോസിനെ കുറിച്ച് പറയാനുണ്ട്. ആമേൻ. പത്രോസ് ഒരു എടുത്തിയാട്ടക്കാരനല്ല. ഇനി ആരെങ്കിലും ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ പറയണം, അല്ല, ആ പത്രോസിന്റെ ആ സ്വഭാവം നല്ലതാണ്. യേശു ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പുരുഷാരം എന്നെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അതൊക്കെ ദീർഘനേരം പറയേണ്ട കാര്യങ്ങളാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഇങ്ങനെ പത്രോസ് പറഞ്ഞ് ധാരാളം കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഈ ഭാഗത്തേക്ക് ഞാൻ മടങ്ങി വരട്ടെ. നോക്കും, ഇപ്പൊ ഈ സംഭവമാണ് പത്രോസിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാക്കിയത്, ഇല്ലേ? ഒരു ധനവാൻ വന്നിട്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. യേശു അവനെ പറഞ്ഞയച്ചു. ഒരു ചെറിയ പ്രസംഗം കൂടെ കർത്താവ് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പത്രോസിന് തോന്നി, ഞങ്ങൾ ഇതൊക്കെ വിട്ടത് വ്യർത്ഥമാണോ? ഇതെല്ലാം ഉപേക്ഷിച്ചത് വ്യർത്ഥമാണോ? ഇതൊക്കെ നഷ്ടപ്പെടുത്തിയത് വ്യർത്ഥമാണോ? ഹല്ലേലൂയ. ഉടനെ തുറന്നു ചോദിക്കുകയാണ്, യേശുവേ, ഞങ്ങൾ സകലവും വിട്ടു നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്തു കിട്ടും? യേശുവിൽ വിശ്വസിച്ചാൽ ഇന്ന് രാത്രി ജനം തിരിച്ചറിയട്ടെ എന്തു കിട്ടും. പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രി ജനം തിരിച്ചറിയട്ടെ പ്രാർത്ഥിച്ചാൽ എന്ത് ലഭിക്കും. നീ ആരാധനയ്ക്ക്
വന്നാൽ നിന്റെ ജീവിതത്തിൽ എന്തും മാറ്റം ഉണ്ടാകും. നീ ദൈവത്തെ അറിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിനകത്ത് എന്ത് നന്മയുണ്ടാകും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ജനം തിരിച്ചറിയണം. പത്രോസ് നമ്മുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ഇന്ന് രാത്രി ചോദിക്കുകയാണ്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? വ്യക്തമായ ഒരു ഉത്തരം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിനോട് എന്തെങ്കിലും ചോദ്യമൊക്കെ ചോദിക്കുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചോദ്യങ്ങൾ ചോദിക്കാമോ നമുക്ക് കർത്താവിനോട്? നിങ്ങളൊന്ന് പ്രതികരിച്ചോ? കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ചാന് 10 മാർക്ക് കിട്ടിയിരിക്കുകയാണ്. കർത്താവിനോട് നമുക്ക് ചോദിക്കാമോ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന എന്ന് പറയുന്നത് ഏതോ ഒരു അധികാരിയുടെ മുൻപിൽ ചെന്ന് നിന്ന് ആമേൻ സ്തോത്രം നമ്മൾ ഒഫീഷ്യലായിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നതല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ വായിച്ചു മനസ്സിലാക്കിയ ഒരു ഡെഫിനിഷൻ പറയാം. എഴുതിയെടുക്കണമെങ്കിൽ പെട്ടെന്ന് എഴുതി കൊടുത്തോണം, പിന്നീട് ചോദിച്ചാൽ പറയത്തില്ല. വാഗ്ദത്തങ്ങളെ ആധാരമാക്കി അവകാശബോധത്തോടെ ദൈവസന്നിധിയിൽ കഴിക്കുന്ന അപേക്ഷകളാണ് പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത്? നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് മുൻപ് പല പദങ്ങളും നമ്മൾ പറയും. കരുണാസമ്പന്നനായ ദൈവമേ, ചിലരൊക്കെ പറയുന്ന വാക്ക് കിട്ടി എവിടുന്ന് കിട്ടിയെന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ. അപ്പൊ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതൊന്നും കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഇതിനപ്പുറം ഒരു അർത്ഥമുണ്ട്. ദൈവമക്കൾ ഇന്ന് രാത്രി മനസ്സിലാക്കിക്കൊണ്ട് പോക്കണം. ഒന്ന്, പ്രാർത്ഥന വാഗ്ദത്തങ്ങളെ ആധാരമാക്കി. ഏത് വാഗ്ദത്തമാ? 2 വാക്യം തരാം. സങ്കീർത്തനം ആമേൻ സ്തോത്രം 55 സങ്കീർത്തനം 22 വാക്യം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. 1 വാഗ്ദത്തം മനുഷ്യൻ പറഞ്ഞ വാഗ്ദത്തമല്ല. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ഇന്ന് രാത്രി ആത്മീക തലങ്ങളിലോ ഭൗതിക തലങ്ങളിലോ ഏതെങ്കിലും വല്ലാത്ത ഭാരമായി ഇരിക്കുന്നുള്ളവരുണ്ടെങ്കിൽ, ഈ ഭാരം എവിടെ നിന്ന് ഇറക്കി വെക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ. ഒരു മനുഷ്യന് നിന്റെ ഭാരം ചുമക്കാൻ വരുത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. 1 വാഗ്ദത്തമാണ്. എന്താണ്? ആമേൻ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെക്കുക. ആമേൻ. അപ്പോൾ വാഗ്ദത്തങ്ങളെ ആധാരമാക്കി. ഏത് വാഗ്ദത്തമാണ്? പ്രവാചകൻ പറഞ്ഞല്ല കേട്ടോ, ബൈബിൾ പറയുന്ന വാഗ്ദത്തത്തെ കുറിച്ചാണ് പറയുന്നത്. അതാണ് 55:22 പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. സ്തോത്രം. ഇന്ന് രാത്രി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ പ്രശ്നമുണ്ടല്ലേ? പ്രശ്നമില്ലാത്തവരാരെങ്കിലും ഇതിന് ഇരിപ്പുണ്ടോ? ഇല്ല, എല്ലാവർക്കും ഓരോരോ പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ വന്ന ഭാഷ ഞാൻ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയത്തില്ല. നിങ്ങൾക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നോട് പറയാം, പാസ്റ്റർ ഇന്ന ചില കാര്യങ്ങളുണ്ട്, ഞാൻ പറയാം, ഞാൻ നോക്കിക്കോളാം എന്ന് ഞാനും പറയത്തില്ല, തിരിച്ച് നിങ്ങളും പറയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ ദൈവം നമ്മളോട് പറയുകയാണ്, നിന്റെ ഭാരം എത്ര വലുതാണെങ്കിലും, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ദൈവത്തിന് നമ്മളെ പുലർത്തണമെങ്കിൽ നമ്മുടെ ഭാരം ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ഇറക്കി വെക്കാൻ തയ്യാറാകണം. എന്തെങ്കിലും പുലർത്താൻ സാധിക്കുകയുള്ളൂ. പലതും നമ്മുടെ ഭാരം ചുമക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദേശത്തോട് പറയുകയാണ്, വല്ലാത്ത നിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ ഒരു ഇടമുണ്ട്. ആ ഇടമാണ് യേശു ക്രിസ്തു. ഏതു ഭാരവും ഏറ്റെടുക്കും. ഹല്ലേലൂയ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളും. പഴയ നിയമത്തിൽ ഒരു വാക്യം, പുതിയ നിയമത്തിൽ ഒരു വാക്യം കൂടെ തരാം. ഫിലിപ്പി ലേഖനം 4:6. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രയും വേണ്ടത്. 2 വാക്യങ്ങൾ. പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ ഓരോരോ വാക്യം തന്നതാണ്. ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്, നിങ്ങളുടെ പ്രശ്നം എൻ്റെ കൊണ്ടുപോവാ, ഞാൻ ഏൽക്കാം, ഞാൻ ചെയ്തോളാം, ഞാൻ നിങ്ങളെ നടത്താം. കണ്ടോ, ഇതെങ്ങനെയാ നമ്മൾ വിഷയം ദൈവത്തിന്റെ കൈ കൊടുക്കുന്ന? എഴുത്തെഴുതി കൊടുക്കുവാണ്? അല്ല, പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തോട് പറയുന്നതാണ്. അപ്പോൾ പ്രാർത്ഥന എന്താ? ദൈവമക്കൾ മറക്കല്ലോ, വാഗ്ദത്തങ്ങളെ ആധാരമാക്കി. ഏത് വാഗ്ദത്തങ്ങളെ ആധാരമാക്കി? ബൈബിൾ പറയുന്ന വാഗ്ദത്തങ്ങളെ ആധാരമാക്കിക്കൊണ്ട്. ആമേൻ സ്തോത്രം. 2, പ്രാർത്ഥനയിൽ എന്തോ വേണമെന്നറിയാമോ? അവകാശബോധത്തോടെ. ആമേൻ. വാഗ്ദത്തങ്ങളെ ആധാരമാക്കി. ആമേൻ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചോളൂ. ആമേൻ സ്തോത്രം. അവകാശബോധത്തോടെ. എന്താ അവകാശബോധം? ഈ അവകാശബോധം വ്യക്തമാക്കുവാൻ ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഇവാനിയ ഇമ്മാനുവേൽ. 5ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും പഠിക്കുകയാണ്. ഞാൻ വീട്ടിലുള്ള സമയമൊക്കെ ഞാൻ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കടയിലിട്ടൊക്കെ പോകുമ്പോൾ ഈ 2 പേര് എൻ്റെ അടുക്ക് വന്നിട്ട് കുറെ ആവശ്യങ്ങൾ പറയാറുണ്ട്. ഇന്ന ആവശ്യങ്ങളുണ്ട്.
മോള് കുറെ കാര്യങ്ങൾ പറയും, മോൻ കുറെ കാര്യങ്ങൾ പറയും. എന്നിട്ട് എന്ത്, ഞാൻ കടയിൽ പോയിട്ട് ഈ കവറുമായിട്ട് അല്ലെങ്കിൽ സഞ്ചിയുമായിട്ട് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഇവര് ഓടി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ആ കവർ ബലമായിട്ട് വാങ്ങിക്കും. എന്നിട്ട് അവർ പറഞ്ഞ സാധനങ്ങൾ അതിനകത്തുണ്ടോ എന്ന് നോക്കി അവരെന്ത് ചെയ്യും, അവരത് എടുക്കും. എന്നിട്ട് ആ കവർ ഒന്നെങ്കിൽ അവരുടെ മമ്മിയിലേക്ക് കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് അവര് സ്തോത്രം കളി തുടങ്ങും. ഇപ്പോൾ രതീഷ് പാസ്റ്റർ ഒരിക്കൽ എൻ്റെ വീട്ടിലേക്ക് വരികയാണെന്നിരിക്കട്ടെ, പാസ്റ്ററിന്റെ കയ്യിൽ ഒരു മഞ്ച് ഉണ്ടെന്നിരിക്കട്ടെ. പാസ്റ്റർ ആ മഞ്ച് ഇങ്ങനെ നോക്കി, ഇമ്മാനുവേലെ ഇന്നാ മഞ്ച് എന്ന് പറഞ്ഞാൽ അവൻ വരത്തില്ല. അവനിങ്ങനെ നാണിച്ച് നിൽക്കും. പക്ഷെ ആവശ്യം ഉണ്ടും താനും അവൻ വരത്തില്ല. ഞങ്ങൾ പറയണോ, പാസ്റ്റങ്ങളെ രതീഷ് പാസ്റ്റങ്ങളെ പോയി വാങ്ങിച്ചോ എന്ന് പറഞ്ഞാലേ അവൻ വാങ്ങിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കിക്കോ, എന്തുകൊണ്ടാണ് അവൻ എന്നോടിങ്ങനെ എൻ്റെ അമ്മയാണ് ഇരിക്കുന്നത്. എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല ഈ കണ്ണാടി വെച്ചിരിക്കുന്ന സ്തോത്രം ഈ കറുത്താൾ നിങ്ങളുടെ പപ്പയാണ്, എന്തു വേണേലും പറയാമെന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ചെറുപ്പം മുതൽ ഞാൻ അവരെ സ്നേഹിക്കുകയും ഞാൻ അവരെ എടുക്കുകയും ലാളിക്കുകയും ഓമനിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ അവരുടെ പപ്പയാണ്. ഞങ്ങളുടെ പപ്പയോട് എന്തും പറയാം, ഞങ്ങളുടെ പപ്പയോട് എന്തും പറയാം. അതിന് പറയുന്ന പേരാണ് അവകാശബോധം. എപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? വാഗ്ദത്തങ്ങളെ ആധാരമാക്കി. വാഗ്ദത്തം മനസ്സിലായല്ലോ. 2 അവകാശബോധം. എന്താ അവകാശബോധം എന്നറിയാമോ? യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവ പൈതലിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ദൈവമക്കൾക്ക് പറയാമോ? ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് അറിയാമോ? പാസ്റ്റർ ആയതല്ല, സഭയുടെ സെക്രട്ടറി ആയതല്ല, ട്രഷറർ ആയതല്ല, വൈസ് പ്രസിഡന്റ് ആയതല്ല, PYPയുടെ പ്രസിഡന്റ് ആയതുമല്ല, ഒന്നുമല്ല. സ്തോത്രം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു വിശ്വാസിക്ക് കിട്ടിയ ഏറ്റവും വലിയ പദവി എന്താണെന്ന് അറിയാമോ? കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ ദൈവമക്കളാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, ഞങ്ങൾ ദൈവമക്കളാണ്, ഞങ്ങൾ ദൈവമക്കളാണ്. ഇത് ദൈവമക്കളാണെന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ, ഈ അവകാശബോധം ഇന്ന് രാത്രി ഉണ്ടാകണം. എന്താ പ്രാർത്ഥന? വാഗ്ദത്തങ്ങളെ ആധാരമാക്കി അവകാശബോധത്തോടെ ദൈവസന്നിധിയിൽ കഴിക്കുന്ന അപേക്ഷകളാണ് പ്രാർത്ഥനയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മാറ്റം വരണം. അപ്പൊ ഒഫീഷ്യലായിട്ട് കഴിക്കേണ്ടുന്ന ഒന്നല്ല പ്രാർത്ഥന. പിന്നെയോ സ്തോത്രം, എൻ്റെ പിതാവിനോടാണ് ഞാൻ പറയുന്നത് എന്നുള്ള ആ വിശ്വാസത്തോടും അവകാശത്തോടും കൂടെ ആയിരിക്കണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവത്തിനും അത് തന്നെയാണ് ഇഷ്ടം. നിങ്ങൾ ദൈവത്തെ പിതാവെന്ന് വിളിച്ചോളൂ. ദൈവത്തിന് അതാണ് ഏറ്റവും ഇഷ്ടം. യഹോവേ എന്ന് വിളിക്കുന്നതിനേക്കാൾ സ്തോത്രം, ദൈവമേ എന്ന് വിളിക്കുന്നതിനേക്കാൾ, എലോഹീം എന്ന് വിളിക്കുന്നതിനേക്കാൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം പിതാവേ എന്ന് വിളിക്കുന്നതാണ്. ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ട ദൈവമക്കൾ ഒരാളെങ്കിലും ഇന്ന് രാത്രി തീരുമാനം എടുത്ത് പോകാവുള്ളൂ. ഇനി ഞാൻ ദൈവത്തെ കയറി ദൈവമേ എന്ന് വിളിക്കത്തില്ല, ഇനി ഞാൻ ദൈവത്തെ കയറി യഹോവേ എന്ന് വിളിക്കത്തില്ല. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം എൻ്റെ പിതാവാണ്. ഇനി ഞാൻ എൻ്റെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുകയുള്ളൂ. നിങ്ങൾ യേശുവിനെ കുറിച്ച് കണ്ടിട്ടുണ്ട്. യേശു എപ്പോഴും ദൈവത്തെ വിളിക്കുന്ന പിതാവേ 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 എന്നായിരുന്നു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, ആരെങ്കിലും ഇന്ന് രാത്രി ഒരാളെങ്കിലും ദൈവമായിട്ട് അത്ര അടുത്താല് ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. ഇന്ന് രാത്രി ഒരു തീരുമാനം എടുത്താട്ടെ, ദൈവത്തെ ഞാൻ ഒഫീഷ്യലായി ദൈവത്തെ എന്ന് വിളിക്കുകയല്ല, മറിച്ച് അവൻ എൻ്റെ പിതാവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഞാൻ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുകയുള്ളൂ. ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ പത്രോസിന്റെ പ്രത്യേകത ഇതായിരുന്നു. പത്രോസിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ആ ഭാഗം സ്തോത്രം അവിടുന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച് ഇവിടേക്ക് വരട്ടെ. അപ്പൊ നോക്കിക്കേ, ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ, മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പത്രോസ് ചോദിക്കുകയാണ്, ഞങ്ങൾ സകലവും വിട്ടു നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞങ്ങൾക്ക് എന്ത് കിട്ടും? യേശുവിന്റെ മറുപടി നമുക്ക് വായിക്കാം, വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശുവിന്റെ മറുപടി 28 മുതലുള്ള വാക്യം വായിച്ചോ, കളഞ്ഞോ? മത്തായി സുവിശേഷം 19-ാം അധ്യായം. എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ, വായിച്ചോ 28-ാമത്തെ. എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. 29-ാമത്തെ വാക്യം. എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. നോക്കിക്കേ, എന്റെ നാമനിമിത്തം അല്ലെങ്കിൽ ഞാൻ നിമിത്തം സ്തോത്രം, വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന്
മർക്കോസ് പറയുന്നത് ഉപദ്രവങ്ങളോടുകൂടെ എന്ന് പറഞ്ഞാൽ ഈ ലോകം ദൈവമക്കൾക്ക് പ്രതികൂലമാണെന്നർത്ഥം. ഉപദ്രവങ്ങളോടുകൂടെ എല്ലാം ഒരല്പം തരാമെന്നല്ല, 100 മടങ്ങ് ലഭിക്കും. അടുത്ത പദം നമ്മുടെ ചിന്താവിഷയം. അവൻ നിത്യജീവനെയും അവകാശമാക്കും. യേശുവിനെ അനുഗമിച്ചാൽ എന്ത് കിട്ടും? യേശുവിനെ അനുഗമിച്ചാൽ എന്ത് കിട്ടും? യേശു പറയുകയാണ്, ആമേൻ 28 ആമേൻ 29 വാക്യങ്ങൾ. യേശു പറഞ്ഞു, ആമേൻ ഈ ലോകം കൊണ്ട് തീരുന്നതല്ല. അവൻ ഇന്ന് നിങ്ങൾ ഇങ്ങനെ നടക്കുന്നു, എന്നാൽ വരും ലോകത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങളെ ന്യായം വിധിക്കുമ്പോൾ എന്റെ കൂടെ സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്ന പത്രോസെ സകലവും വിട്ട് അനുഗമിച്ചില്ലേ, നീയും അതിനകത്തുണ്ടാകും. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മർക്കോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിലും വരും ലോകത്തിലും എന്നൊരു പ്രയോഗം മർക്കോസ് പറയുന്നുണ്ട്. മത്തായി അത്രയും കൊണ്ട് പറയുന്നില്ല. അപ്പോൾ നോക്കൂ, മർക്കോസ് പറയുന്നത്, ആമേൻ നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ലോകത്തിലും വരാൻ പോകുന്ന ലോകത്തിലും. 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ ആമേൻ അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം എന്താ പറയുന്നത്? 1 കൊരിന്ത്യർ 15:19. ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. എന്താണ് ആ വാക്യം പൗലോസ് പറയുന്നത്? നിങ്ങൾ ഈ ആയുസ്സിൽ യേശുവിൽ പ്രത്യാശ വെക്കരുത് എന്നല്ല, നിങ്ങൾ വരും ലോകത്തിൽ മാത്രമേ യേശുവിൽ പ്രത്യാശ വെക്കാവൂ എന്നുമല്ല. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെക്കുന്നുവെങ്കിൽ എന്നാണ്. അപ്പോൾ യേശുവിന്റെ പ്രത്യേകത ഈ ലോകത്തിലും വരും ലോകത്തിലും നമുക്ക് പ്രത്യാശ വെക്കുവാൻ ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശുവല്ലാതെ മറ്റാരുമില്ല. നിങ്ങൾക്ക് ഈ ലോകത്തിൽ പ്രത്യാശ വെക്കുവാൻ ആശ്രയിപ്പാൻ പലതും കണ്ടെന്നു വരാം, പല സംഘടനകളും കണ്ടെന്നു വരാം, പല വ്യക്തികളും കണ്ടെന്നു വരാം. പക്ഷെ അതെല്ലാം ഈ ലോകം കൊണ്ട് അവസാനിക്കും. ആമേൻ, സ്തോത്രം. മരണത്തിനപ്പുറത്ത് ഇവയൊന്നും നിങ്ങളെ നയിക്കത്തില്ല. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, യേശുവിനെ അനുഗമിക്കുന്നത് കൊണ്ടൊരു വ്യത്യാസം പൗലോസ് പറയുകയാണ്. ഈ ലോകത്തിലും വരും ലോകത്തിലും ആമേൻ പ്രത്യാശ വെക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ചരിത്ര പുരുഷൻ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന നസ്രയനായ യേശു അല്ലാതെ മറ്റാരുമില്ല. ഹല്ലേലൂയ, ആമേൻ. അതാണ് മർക്കോസ് ആമേൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലും ക്രിസ്തുവിൽ പ്രത്യാശ വെക്കാം, വരും ലോകത്തിലും ക്രിസ്തുവിൽ പ്രത്യാശ വെക്കാം. യേശുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് 2 ഗുണം. 1 ഭൗതികമായ വിടുതലുകൾ, ആമേൻ. 2 ആത്മീകമായ വിടുതലുകൾ. ആ ഭാഗം വേഗം പറഞ്ഞ് ഞാൻ ആമേൻ ചിന്തകൾക്ക് വിരാമക്കുത്തിടുകയാണ്. 1 യേശുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് പത്രോസ് ചോദിച്ച ചോദ്യത്തെ ചുവടുപിടിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇന്ന് രാത്രി യേശുവിൽ വിശ്വസിച്ചാൽ, യേശുവിനെ അനുഗമിച്ചാൽ, യേശുവിനെ അറിഞ്ഞാൽ, അവൻ യേശുവിനെ അറിഞ്ഞു ജീവിച്ചാൽ എന്ത് കിട്ടുമെന്ന് ഇന്ന് രാത്രിയിൽ ഈ ശബ്ദസീമയിൽ ഇരുന്ന് ചിന്തിക്കുന്ന ഒരാളോടെങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയട്ടെ. ആമേൻ, സ്തോത്രം. ഈ ലോകം കൊണ്ട് മാത്രമല്ല, ഈ ലോകത്തിലെ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല, ഈ ലോകത്തിലും വരും ലോകത്തിലും പ്രത്യാശ വെക്കാൻ കഴിയുന്ന വ്യക്തിപ്രഭാവത്തിന്റെ പേരാണ് നസ്രയനായ യേശു ക്രിസ്തു. അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് 2 ഗുണം. എന്താണ്? ഭൗതികമായ വിടുതലുകൾ, അതാണ് ഈ ലോകത്തിലെ വിടുതലുകൾ. 2 ആത്മീക വിടുതലുകൾ, അതാണ് വരും ലോകത്തിലെ വിടുതലുകൾ. എന്ന് പറഞ്ഞാൽ മരണത്തിനപ്പുറം നമ്മൾ പ്രവേശിക്കുന്ന നിത്യത എന്ന് പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ ആമേൻ, സ്തോത്രം, യേശു ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആമേൻ, സ്തോത്രം. അത്
ലോകം തരുന്നത് പോലെ അല്ല. യേശുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് ഒന്നാമത്തെ ഗുണം, ഇന്ന് രാത്രിയിൽ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, യേശുവിനെ അനുഗമിച്ചാൽ, യേശുവിനെ അറിഞ്ഞാൽ, യേശുവിനെ വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിൽ ദൈവിക സമാധാനവും സന്തോഷവും കടന്നു വരും. ഭൗതിക വിടുതലുകൾ ഒന്നാണ്, ദൈവിക സമാധാനവും സന്തോഷവും. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സന്ദേശമാണത്, ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും. ഇന്ന് രണ്ട് നല്ല വീടുണ്ട്, പക്ഷെ അതിനകത്ത് കിടക്കുന്നവർക്ക് ഉറക്കം വരുന്നില്ല. ഇന്ന് നല്ല കാറുണ്ട്, പക്ഷേ ജീവിതത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല. ബാങ്ക് ബാലൻസ് ഉണ്ട്, നല്ല ജോലിയുണ്ട്, പക്ഷെ യഥാർത്ഥമായ ഒരു സന്തോഷം പലരും അനുഭവിക്കുന്നില്ല. ഹല്ലേലൂയ. ഐക്യരാഷ്ട്ര സംഘടന 2022 നടത്തിയ ഒരു പഠനമുണ്ട്. മാർച്ച് 20 ബർത്ത്ഡേ ഉള്ള ആരെങ്കിലും ഉണ്ടോ? വെഡിങ് ആനിവേഴ്സറി മാർച്ച് 20. എന്താ ഞാൻ ചോദിച്ചതിന്റെ കാര്യം അറിയാം? മാർച്ച് 20 പ്രത്യേകത ആർക്കെല്ലാം അറിയാം? പെട്ടെന്ന് ഓർത്തപ്പോ ഞാൻ വെള്ളം പോയി. മാർച്ച് 20 പ്രത്യേകത ലോക സന്തോഷ ദിനമാണ്, വേൾഡ് ഹാപ്പിനെസ് ഡേ. മാർച്ച് 20 നിങ്ങൾ പരിശോധനയൊക്കെ പ്രസംഗിക്കാൻ എടുക്കുന്നൊരു ദിവസമാണ്. അതാ ഞാൻ ചോദിച്ചു, ആർക്കെങ്കിലും അന്നത്തെ ദിവസം ബർത്ത്ഡേ ഉള്ളവരുണ്ടോ? നിങ്ങൾ സന്തോഷിച്ച് കാണാം, നിങ്ങളുടെ കൂടെ ലോകം മുഴുവൻ സന്തോഷിക്കുക. മാർച്ച് 20 അങ്ങനെ ആരും ഇല്ലാത്തത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പൊ നോക്കൂ, മാർച്ച് 20 2022 ഐക്യരാഷ്ട്ര സംഘടന 146 രാജ്യങ്ങളിൽ നടത്തിയ ഒരു സർവേ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഏതാണ്? എത്ര രാജ്യങ്ങൾ നടത്തിയ സർവേയാണ്? 146 രാജ്യങ്ങളിൽ നടത്തിയ സർവേ. ലോക സന്തോഷ ദിനത്തിൽ നടത്തിയ സർവേയിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യത്തിന്റെ പേരാണ് ഫിൻലാൻഡ്. ഏറ്റവും ഒടുക്കം നിൽക്കുന്ന രാജ്യത്തിന്റെ പേരാണ് അഫ്ഗാനിസ്ഥാൻ. ഇത് രണ്ടും പോട്ടെ, നമ്മുടെ കാര്യമല്ല. നമ്മുടെ രാജ്യം നിൽക്കുന്ന എത്രയാണെന്നറിയോ? 138 സ്ഥാനത്ത് നമ്മുടെ രാജ്യം. ഈ കഴിഞ്ഞ മാർച്ച് 20 ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും 130 താഴോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. 2021 ഇന്ത്യയിൽ നടത്തിയ പരിശോധന, ഇന്ത്യയിലെ ഏറ്റവും സന്തോഷമുള്ള സംസ്ഥാനം ഏതാന്ന് പറയാമോ? കേരളം. 2021 കാര്യമാണെന്ന് ഓർത്തോണം. 2025 വന്നെത്തി നിൽക്കുന്ന നമുക്ക് പറയാൻ പറ്റുമോ കേരളം ഇന്ത്യയിലെ ഏറ്റവും സന്തോഷമുള്ള സംസ്ഥാനമാണെന്ന് പറയാൻ പറ്റുമോ? പത്രം വായിക്കുന്നവരല്ലേ എല്ലാവരും? വാർത്ത കാണുന്നവരല്ലേ എല്ലാവരും? സാക്ഷര കേരളം എന്ന അഭിമാനത്തോടെ പറയാൻ പറ്റുമോ? സുന്ദര കേരളം എന്ന് പറയാൻ പറ്റുമോ? ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയാൻ പറ്റുമോ? ആമേൻ, സ്തോത്രം. മനോഹരമായ കേരളം എന്ന് പറയാൻ പറ്റും? ഇല്ല. കേരളം തകർന്നടിഞ്ഞിരിക്കുന്നു, സമാധാനം അന്യപ്പെട്ടിരിക്കുന്നു, കുടുംബങ്ങളിൽ സന്തോഷമില്ല, സമൂഹങ്ങളിൽ സന്തോഷമില്ല, ഒരു വല്ലാത്ത അധപ്പതനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് സ്കൂളിൽ കുഞ്ഞുങ്ങളെ എത്ര സന്തോഷത്തോടെ പറഞ്ഞയക്കുന്നവരുണ്ട്. പണ്ട് നമ്മളെയൊക്കെ അടിച്ചാണ് സ്കൂളിൽ വിടുന്നത്. ഇന്ന് സ്കൂളിൽ പോയിട്ട് വൈകിട്ട് മടങ്ങി വീട്ടിൽ വരുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ആധിയാണ്, അല്ലയോ? ആമേൻ, സ്തോത്രം. പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അമ്പഴങ്ങ മരത്തിലൊക്കെ ആയിരുന്നു. ഇന്ന് അങ്ങനെയാണോ? അല്ല. ഇന്ന് സ്കൂളിൽ പോയിട്ട് വരുന്നവന്മാര് ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും റോഡിന്റെ വക്കിലും കിടന്ന് അടികൂടുകയാണ്. അടികൂടുക മാത്രമോ, നിഷ്കരുണം സഹപാഠിയെ കൊന്നെടുക്കാൻ പോലും മടിക്കാത്ത നിലയിലുള്ള മാനസിക അവസ്ഥയിലേക്ക് പ്രബുദ്ധ കേരളം എത്തിയിരിക്കുന്നു, സാക്ഷര കേരളം എത്തിയിരിക്കുന്നു, സുന്ദര കേരളം എത്തിയിരിക്കുന്നു, ദൈവത്തിന്റെ സ്വന്തം നാട് എത്തിയിരിക്കുന്നു. എവിടെ സമാധാനം? കുടുംബങ്ങളിൽ സമാധാനമില്ല. സ്തോത്ര. കഴിഞ്ഞ ദിവസം കണ്ടോ, കുടുംബ വഴക്കിനെ തുടർന്ന് ഒരു മകൻ ബാറ്റാണോ തടിയാണോ കയ്യിലിരിക്കുന്ന കണ്ടില്ല, അപ്പനെ ഒറ്റയടിക്ക് കൊന്നില്ലേ? നമ്മൾ കണ്ടില്ലേ? അമ്മയെ കൊല്ലുന്നവർ, അപ്പനെ കൊല്ലുന്നവർ, മക്കളെ കൊല്ലുന്നവർ, സഹോദരങ്ങളെ കൊല്ലുന്നവർ, കൂട്ടുകാരെ കൊല്ലുന്ന, അധ്യാപകരെ കൊല്ലുന്നവർ, വിദ്യാർത്ഥികളെ കൊല്ലുന്നവർ എന്ന് വേണ്ട നമ്മുടെ സമൂഹം അതപ്പതിച്ചിരിക്കുകയാണ്. കുടുംബങ്ങളിൽ സമാധാനമില്ല, വ്യക്തികളിൽ സമാധാനമില്ല, സമൂഹത്തിൽ സമാധാനമില്ല. ഇന്ന് രാത്രി സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ദേശനിവാസികളോട് ഇന്ന് രാത്രി ഉച്ചസ്ഥലം വിളിച്ചു പറയട്ടെ, യേശു പറയുകയാണ്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല.
എവിടെ പോയിട്ടും സമാധാനം കണ്ടെത്തുവാൻ കഴിയാതെ ഇനി ആത്മഹത്യ മാത്രമേ മുന്നിലുള്ളൂ എന്ന് ചിന്തിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, മനുഷ്യന് സമാധാനം നൽകുന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിന്റെ പേരാണ് സുവിശേഷം. ആ മാർഗത്തിന്റെ പേരാണ് സുവിശേഷം. സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആമേൻ, നല്ല വാർത്ത എന്നാണ്. ദിനംപ്രതിയുള്ള പത്രം, മാധ്യമങ്ങൾ, ദൃശ്യ ശ്രവണ മാധ്യമങ്ങൾ നമ്മളെ കാണിക്കുന്ന ഭീതിജനകമായ വാർത്തകൾ, പീഡനങ്ങളുടെ വാർത്തകൾ, കുലപാതകങ്ങളുടെ വാർത്തകൾ, തകർച്ചകളുടെ വാർത്തകൾ, ധാർമ്മികവും ആത്മീകമായ മൂല്യച്യുതികളുടെ വാർത്തകൾ ഓരോ ദിവസവും കാണിച്ചു തരുമ്പോൾ വല്ലാതെ മനംനൊന്ത് കുടുംബങ്ങളെ ഓർത്ത്, തലമുറകളെ ഓർത്ത്, വഴിവിഴച്ച് ജീവിക്കുന്ന, ലഹരിക്കടിമപ്പെട്ടിരിക്കുന്ന മാരക രോഗങ്ങൾ കുടുംബത്തിനകത്ത് കയറി വല്ലാതെ അസമാധാനത്തിലൂടെ സഞ്ചരിക്കുന്ന കുടുംബങ്ങളോട്, വ്യക്തികളോട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, മനുഷ്യന് സമാധാനം നൽകുന്ന ഒരേ ഒരു മാർഗം, ആ മാർഗത്തിന്റെ പേരാണ് നല്ല വാർത്ത അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ അനുഗമിച്ചാൽ, ആമേൻ, സ്തോത്രം, യേശുവിനെ അറിഞ്ഞാൽ, യേശുവിൽ വിശ്വസിച്ചാൽ എന്ത് ലഭ്യമാകും? യേശുവിനെ അറിഞ്ഞാൽ സമാധാനം ലഭ്യമാകും, യേശുവിനെ അറിഞ്ഞാൽ സന്തോഷം ലഭ്യമാകും എന്ന് പറഞ്ഞാൽ യേശു നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരമാണെന്നാണ്. നീ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? അവൻ അതിനകത്തുനിന്ന് കരകയറാൻ കഴിയാതെ കുടുംബം ശിഥിലമായി, നിന്റെ ജീവിതം ശിഥിലമായി, നിന്റെ പണം നഷ്ടപ്പെട്ട്, നിന്റെ ജോലി നഷ്ടപ്പെട്ട് ഒരു വല്ലാത്ത അധപ്പതനത്തിലൂടെ പോവുകയാണോ? ഇന്ന് രാത്രി നിന്നെ വിടിവിക്കുവാൻ യേശുവിന് കഴിയും. നിന്നെ വിടിവിക്കുവാൻ യേശുവിന് കഴിയും. ഒരു ഡി അഡിക്ഷൻ സെന്ററിന്റെയും ചികിത്സയില്ലാതെ, ആമേൻ, സ്തോത്രം, ഒരു ആമേൻ മരുന്നിന്റെയും ആവശ്യകതയില്ലാതെ, പോലീസ് സ്റ്റേഷനിലെ 3-ാം മുറകളുടെ പ്രയോഗമില്ലാതെ നീ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് യേശുവേ എനിക്കൊരു മാറ്റം തന്നാലും എന്ന് പറയുന്ന ആ സെക്കൻഡിന്റെ ഒരു അംശം കൊണ്ട് നിന്റെ ജീവിതത്തെ പരിവർത്തനത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ആമേൻ രക്ഷകൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കേരളം ഇങ്ങനെ ആത്മഹത്യയിൽ 1-ാം സ്ഥാനത്തേക്ക് എത്തുവാൻ വേണ്ടി ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം കണ്ടോ, വീട്ടിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് പറഞ്ഞു, നീ മൊബൈലിൽ തുടരുന്ന് പറഞ്ഞപ്പോൾ അവൻ ബാത്റൂമിൽ കയറി അവൻ ആത്മഹത്യ ചെയ്ത കേരളം. നിങ്ങൾ കണ്ടില്ലേ ഈ വാർത്ത? കണ്ടില്ലേ ഇതൊന്നും? ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. 10 വയസ്സുകാരൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, 35 വയസ്സുകാരൻ്റെ കാര്യമല്ല പറഞ്ഞത്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ മൊബൈൽ എടുക്കരുതെന്ന് പറഞ്ഞതിന് കയറി ആത്മഹത്യ ചെയ്തു. എങ്ങോട്ടായി കേരളം പോകുന്നത്? തകർന്നടിഞ്ഞിരിക്കുകയാണ്. മനുഷ്യനെ വിടിവിക്കാൻ ഒരു മാർഗത്തിന് കഴിയുകയുള്ളൂ. അത് സുവിശേഷമാണ്, അത് സുവിശേഷമാണ്, അത് സുവിശേഷമാണ്. ഇന്ന് രാത്രിയിൽ ജീവിതത്തിന്റെ ഏത് തകർച്ചയായിക്കോട്ടെ, അതിനകത്തുനിന്ന് നിന്നെ കരകയറ്റുവാൻ ഈ മാർഗം പര്യാപ്തമാണ്. നീ 1 രൂപ മുടക്കണ്ട, നിന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കണ്ട. ആ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ദൈവമേ എന്നെ വിടിവിച്ചാലും എന്ന് പറയുന്ന ആ ബെഡ്റൂമിനകത്ത്, സിറ്റ് ഔട്ടിനകത്ത്, ആമേൻ, വഴിയിൽ എവിടോ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തെ, മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നിന്നെ വിടിവിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. യേശുവിനെ അനുഗമിച്ചാൽ എന്ത് ലഭ്യമാകും? നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ആമേ, നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന സകലവിധ ആമേ തിന്മയുടെ പ്രവൃത്തികളിൽ നിന്ന് നിന്നെ അത് ഉദ്ധരിക്കും. നിന്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത സമാധാനം, ഇതുവരെ ലഭ്യമാകാത്ത സന്തോഷം ഇന്ന് രാത്രി ലഭ്യമാകും. യേശുവിനെ അനുഗമിച്ചാലുള്ള പ്രത്യേകത അതാണ്, പ്രയോജനം അതാണ്. യേശു പറയുന്നു, നോക്കിക്കേ, ആമേൻ, സ്തോത്രം, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. അപ്പൊ അതിന്റെ അർത്ഥം ലോകം സമാധാനം തരുമെന്നല്ലേ എന്റെ അർത്ഥം? ലോകം സമാധാനം തരത്തില്ല, ഞാനേ തരുവുള്ളെന്നാണോ യേശു പറഞ്ഞത്? അല്ല, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അപ്പോൾ ലോകവും തരും. ലോകം തരുന്ന സമാധാനം എന്താ? അതിന്റെ പേരാണ് ആമേൻ നൈമിഷികമായ സമാധാനം. ചില മിനിറ്റുകളോ മണിക്കൂറുകളോ മാത്രം ഉണ്ടാവുകയുള്ളൂ. ആമേൻ, പരസ്യത്തിനൊക്കെ പ്രസംഗം ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. ചിലരൊക്കെ ആമേൻ മദ്യപിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ചോദിക്കും, ചേട്ടാ എന്തിനാ മദ്യപിക്കുന്നത്? അവർ പറയും, ആമേൻ ദുഃഖം ഒന്ന് മറക്കാനാണ്. മദ്യപിച്ച് ആമേൻ ഇതിന്റെ ഉന്മാദത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന മിനിറ്റുകൾ, മണിക്കൂറുകൾ, ആമേൻ ദുഃഖങ്ങളൊക്കെ മറന്ന് ആമേൻ ഇങ്ങനെ പോകാം. പക്ഷെ ലഹരിയുടെ കെട്ടുവിട്ട് കഴിയുമ്പോൾ പിന്നെയും പഴയ ദുഃഖം അവനിലേക്ക് ചേക്കേറുകയാണ്. ആമേൻ, ടിവിയുടെ മുൻപിലിരുന്ന് കോമഡിയോ സിനിമയോ ഒക്കെ ആമേൻ സ്തോത്രം ചില മിനിറ്റുകളോ മണിക്കൂറുകളോ കണ്ടു കഴിഞ്ഞാൽ ആ പഴയ ദുഃഖമൊക്കെ ഒന്ന് മറന്നെന്നിരിക്കാം. പക്ഷെ TV പ്രോഗ്രാം അവസാനിക്കുമ്പോൾ പിന്നെയും പഴയ ദുഃഖത്തിലേക്ക് പോവുകയാണ്. കൂട്ടുകാരോടും ബന്ധുക്കളോടും ഒക്കെ കൂടിയിരിക്കുമ്പോൾ ആമേൻ
ദുഃഖങ്ങളൊക്കെ മറന്നൊന്ന് സന്തോഷിക്കാൻ കഴിഞ്ഞെന്ന് വരാം. പക്ഷെ കൂട്ടുകാർ ടാറ്റ പറയുമ്പോൾ, ബന്ധുക്കൾ ടാറ്റ പറയുമ്പോൾ പിന്നെയും ആമേൻ ആ ദുഃഖം നിന്നിലേക്ക് വരികയല്ലേ. ഇതാ യേശു പറഞ്ഞത്, ഞാൻ തരുന്ന സമാധാനം അത് ലോകം തരുന്നത് പോലെയല്ല. ആമേൻ, ലോകം തരുന്ന നൈമിഷികമായ സമാധാനമാണ്. അത് ചില മിനിറ്റുകൾ മാത്രമേ നിൽക്കൂ, അത് ചില മണിക്കൂറുകൾ മാത്രമേ നിൽക്കൂ. എന്നാൽ യേശു നൽകുന്ന സമാധാനം മരണം കൊണ്ട് അവസാനിക്കാത്ത സമാധാനം, അങ്ങ് നിത്യത വരെ നിന്നെ കൊണ്ട് നയിക്കുന്ന സമാധാനം. ആ സമാധാനം എത്ര പേർക്ക് ഇന്ന് രാത്രി ആവശ്യമുണ്ട്? അത് സൗജന്യമായി യേശു നൽകുകയാണ്. അപ്പോൾ യേശുവിൽ വിശ്വസിച്ചാൽ, യേശുവിനെ അനുഗമിച്ചാൽ, ഒന്ന് നാം യേശു നിനക്ക് സമാധാനം നൽകും. യേശുവിന്റെ മിനിസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു അറിയാമോ? വേഗാഭാവം കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ ആമേൻ യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. യേശുവിന്റെ മിനിസ്ട്രി എങ്ങനെയായിരുന്നു അറിയാമോ? പ്രസംഗം മാത്രമല്ലായിരുന്നു, അത്ഭുതങ്ങളും ഉണ്ടായിരുന്നു. പ്രസംഗം മാത്രം, ഉപദേശം മാത്രമല്ലായിരുന്നു, പഠിപ്പിക്കലുകൾ മാത്രമല്ലായിരുന്നു. യേശു അത്ഭുതങ്ങൾ ചെയ്യുമായിരുന്നു. ആമേൻ. ഗലീലയിലെ കാനാവിൽ വെച്ച് യേശു ചെയ്ത അത്ഭുതത്തെ കുറിച്ച് പറയുന്നത് അടയാളങ്ങളുടെ ആരംഭമായി എന്നാണ്. ആമേൻ. മത്തായിയോ മർക്കോസോ ലൂക്കോസോ യോഹന്നാനോ ആരും ഇതാ യേശുവിന്റെ അവസാന അത്ഭുതം എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം ഈ മാർച്ച് മാസം 28-ാം തീയതി ഈ വെള്ളിയാഴ്ച രാത്രിയും യേശുവിന് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്നാണ് അതിന്റെ അർത്ഥമെങ്കിൽ, ഇന്ന് രാത്രി ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയുകയാണ്, അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുന്നവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആമേൻ. ഈ പന്തലിരിക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, ഇന്ന് രാത്രി അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തില്, ഇസഹാക്കിന്റെ ജീവിതത്തില്, യാക്കോബിന്റെ ജീവിതത്തില്, മോശയുടെ ജീവിതത്തില്, ഏലിയാവിന്റെ എലീശയുടെ ജീവിതത്തില്, പത്രോസിന്റെ, പൗലോസിന്റെ, യാക്കോബിന്റെ, യോഹന്നാന്റെ ജീവിതത്തില് അത്ഭുതം ചെയ്തവൻ ഇന്ന് രാത്രിയിലും ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേര് ഇന്ന് രാത്രി അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? നിങ്ങളെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. പുതുവഴികൾ തുറക്കുവാൻ യേശുവിന് കഴിയും. നിങ്ങളുടെ പ്രതിസന്ധികളെ മാറ്റുവാൻ യേശുവിന് കഴിയും. ഇന്ന് രാത്രി വിശ്വസിച്ച് അല്പസമയ കരങ്ങൾ അടിച്ച് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് രാത്രി നിന്റെ രോഗം സൗഖ്യമാവുകയാണ്, നിന്റെ ക്ഷീണം മാറുകയാണ്, നിന്റെ സാമ്പത്തിക ബന്ധനത്തെ ദൈവം അഴിക്കുകയാണ്, നിന്റെ മാനസിക പ്രയാസങ്ങളെ, നിന്റെ കുടുംബത്തിന്റെ വിഷയങ്ങളെ ഇന്ന് രാത്രി യേശു തുടങ്ങിയാണ്. അത്ഭുതങ്ങൾ ചെയ്യുന്നവർ, അത്ഭുതങ്ങളെ ചെയ്യുന്നവർ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ദേശമേ, ദേശമേ, ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയട്ടെ, നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. നിന്റെ പ്രതിസന്ധികളെ മാറ്റുവാൻ യേശുവിന് കഴിയും. നിന്റെ ജീവിത തകർച്ചയെ മാറ്റുവാൻ യേശുവിന് കഴിയും. അവൻ അത്ഭുത മന്ത്രിയാണ്. ഇന്ന് രാത്രി യേശു അത്ഭുതങ്ങളെ ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുവിൽ വിശ്വസിച്ചാൽ ഭൗതികമായ വിടുതലുകൾ ധാരാളമുണ്ട് കേട്ടോ. ഞാനത് ഈ 2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, സമാധാനവും സന്തോഷവും ലഭ്യമാണ്. നിന്റെ ജീവിതത്തിന്റെ ഏത് തകർച്ചയും മാറ്റി നിന്റെ ജീവിതത്തിൽ സമാധാനം നൽകുവാൻ യേശുവിനെ അനുഗമിച്ചാൽ സാധ്യമാണ്. ആമേൻ. 2, യേശുവിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ഏത് വിഷയങ്ങളെ പരിഹരിക്കാൻ കഴിയും. ആമേൻ. സ്തോത്രം. നീ ആമേൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി നിന്റെ ജീവിതത്തിൽ വിടുതലുകൾ നൽകുവാൻ യേശുവിന് കഴിയും. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ആമേൻ ഹല്ലേലൂയ കർത്താവാണ്. ആമേൻ. മത്തായി സുവിശേഷം 19-ന്റെ അവസാനം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അവൻ നിത്യജീവനെയും അവകാശമാക്കും. അപ്പോൾ യേശുവിനെ അനുഗമിച്ചാൽ ഭൗതികമായ വിടുതലുകളുണ്ട്, രോഗസൗഖ്യമുണ്ട്. ആമേൻ. സ്തോത്രം. സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, സന്തോഷമുണ്ട്. ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും കർത്താവ് മാറ്റും. അത് മാത്രം പോരാ. അതാ പൗലോസ് പറയുന്നത്, ഈ ആയുസ്സിൽ മാത്രം. ഇപ്പൊ ചിലർക്ക് എന്താ, ഇത് മതി, രോഗസൗഖ്യം മതി, സമാധാനം മതി, സന്തോഷം മതി, യേശു നൽകുന്ന വീട് മതി, യേശു നൽകുന്ന ജോലി മതി, യേശു നൽകുന്ന കാറ് മതി, യേശു നൽകുന്ന കുടുംബം മതി. ഇതാണ് പൗലോസ് പറഞ്ഞത്. ഈ ആയുസ്സിൽ മാത്രം നിങ്ങൾ പ്രത്യാശ വെക്കുകയാണോ? ഇങ്ങനെ പ്രത്യാശ വെക്കുന്നവരുണ്ട്. അവർക്ക് നിത്യജീവനൊന്നും വേണ്ട, അവർക്ക് മാനസാന്തരമൊന്നും ആവശ്യമില്ല. അവർക്ക് വേണ്ടത് ഭൗതികമായ ചില വിടുതലുകൾ.
അവർ പറയും, ചിലർ പറയുന്ന കേട്ടില്ലയോ, യേശു അത്ഭുതം ചെയ്താൽ ഞങ്ങൾ വിശ്വസിക്കാം. പക്ഷെ ബൈബിൾ അങ്ങനെയല്ല പറയുന്നത്. നീ വിശ്വസിച്ച അത്ഭുതം ചെയ്യാമെന്നാണ് പറയുന്നത്. അല്ലാതെ അത്ഭുതം ചെയ്തിട്ട് നിന്നെ കൊണ്ട് വിശ്വസിപ്പിക്കുവാൻ കർത്താവിന് വലിയ വലിയ തലവേദനയൊന്നുമില്ല. ഇന്ന് രാത്രി വിശ്വസിക്കാമെങ്കിൽ അവൻ അത്ഭുതം ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. അല്ലാതെ അത്ഭുതം ചെയ്യും, രോഗസൗഖ്യം താ എന്നിട്ട് വിശ്വസിക്കാമെന്ന് പറഞ്ഞാൽ കർത്താവ് പറയും എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയും. അവൻ ഇന്ന് രാത്രി നീ വിശ്വസിക്കാമോ, നിനക്ക് സൗജന്യമായി വിടുതൽ കർത്താവ് നൽകും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആമേൻ ഭൗതികമായ വിടുതലുകളാണ്. അത് മാത്രമാണോ നമ്മുടെ പ്രതീക്ഷ? ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ പ്രതീക്ഷ ഉണ്ടോ? ആമേൻ, സ്തോത്രം. എനിക്ക് വീട് മതി, എനിക്ക് കാറ് മതി, എനിക്ക് ജോലി മതി, എനിക്ക് വിദ്യാഭ്യാസം മതി, എനിക്ക് കുടുംബം മതി, ഇവിടം കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ ആമേൻ 1 കൊരിന്ത്യർ 15:19 പൗലോസ് പറഞ്ഞു, നമ്മൾ സകല മനുഷ്യർ അരിഷ്ടന്മാരാണ്. അല്ല, ഈ ഭൂമിയിലുള്ള നമുക്ക് എല്ലാം തരുവാൻ കർത്താവ് വിശ്വസ്തനാണെന്നേ. ഞാനീ പറഞ്ഞില്ലേ, ഈ വീട് കർത്താവ് തരും, ആമേൻ പറഞ്ഞു, ജോലി കർത്താവ് തരും, വിദ്യാഭ്യാസം കർത്താവ് തരും, നിനക്ക് നന്മ എല്ലാം കർത്താവ് നൽകും. കർത്താവ് വിശ്വസ്തനാണ്, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തിയപ്പോൾ ആമേൻ ഒന്നുമില്ല, കനാൻ ദേശത്ത് വാ തരാമെന്നല്ല പറഞ്ഞത്. സാധ്യതയില്ലാത്ത മരുഭൂമിയിൽ അവൻ വെള്ളമൊരുക്കി, സാധ്യതയില്ലാത്ത മരുഭൂമിയിൽ അവൻ അപ്പമൊരുക്കി, സാധ്യതയില്ലാത്ത മരുഭൂമിയിൽ അവർക്ക് മേഘസ്തംഭം ദൈവം നൽകി, അഗ്നിസ്തംഭം ദൈവം നൽകി. അവൻ ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇറച്ചി കൊണ്ടുവന്നു. ഇത് മതി എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്നും മന്ന ഇറക്കി ദൈവം. ഇന്ന് രാത്രി നിന്റെ മരുഭൂമി യാത്രയിൽ നിനക്ക് വേണ്ടതൊക്കെ തരുവാൻ അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതാകല്ലേ പ്രിയപ്പെട്ടവർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതാകരുത്, ലക്ഷ്യം അതാകരുത്. ഇതൊക്കെ ആമേൻ, ഇതൊക്കെ നമ്മുടെ ബോണസാണ്. ആമേൻ, എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ആമേൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം. ആമേൻ എന്ന് പറഞ്ഞാൽ ഭൗതിക അനുഗ്രഹങ്ങളുണ്ട്, ആത്മീക അനുഗ്രഹങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഓർമ്മ വന്നപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്താണ് നമ്മുടെ ലക്ഷ്യം? യേശുവിനെ അനുഗമിക്കുന്നത് കേവല ഭൗതിക വിടുതലിന് മാത്രമല്ല. യേശു പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ, എന്നെ അനുഗമിക്കുന്നവന്, എന്നെ പ്രതി എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചവന് അവൻ എന്ത് കിട്ടും? അവന് നിത്യജീവൻ ലഭ്യമാണ്, അവന് നിത്യജീവൻ ലഭ്യമാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. എന്താണ് ആത്മഹത്യകൾ പെരുകി വരുന്നത്? അബദ്ധജടിലമായ ചിന്താഗതി. എന്തായാലും മരണം കൊണ്ട് മനുഷ്യ ജീവിതം അവസാനിക്കുകയല്ലേ, അതുകൊണ്ട് ആത്മഹത്യ ചെയ്ത് കളയാം. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. എന്താണ് ബൈബിൾ പറയുന്നത്? ആമേൻ, എബ്രായ ലേഖനം 9-ാം അധ്യായം 27-28 വാക്യങ്ങൾ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. ഇനി തന്നെ കാത്തിരിക്കുന്ന രക്ഷയ്ക്കായി അവൻ വേഗം വരുന്നു. അവൻ പിന്നെയും പ്രത്യക്ഷനാകും. ബൈബിൾ വ്യക്തമാക്കുകയാണ്, ഒരിക്കൽ മരണവും ഫുൾ സ്റ്റോപ്പ് അല്ല, പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മരണം വിശുദ്ധ ബൈബിൾ 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്ന്, ആത്മീക മരണം. എന്താണ് ആത്മീക മരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പാപം മുഖാന്തരം വിച്ഛേദിക്കപ്പെട്ടു പോയ അനുഭവത്തിന് പറയുന്ന പേരാണ് ആത്മീക മരണം. എവിടെ സംഭവിച്ചു? ഏദനിൽ സംഭവിച്ചു. തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം കൽപ്പിച്ചു. തിന്നു, പക്ഷെ മരിച്ചില്ല. ബൈബിൾ വിമർശകർ ചോദിക്കുന്നുണ്ട്, തിന്നുന്ന നാളിൽ മരിക്കുമെന്നല്ലേ പറഞ്ഞത്? ദേ മരിച്ചില്ല, പിന്നെയും ജീവിച്ചു കുറേ വർഷം. പക്ഷെ അവിടെ സംഭവിച്ച മരണം ശാരീരിക മരണമല്ല, ആത്മീക മരണമാണ്. എന്താണ് ആത്മീക മരണം? ദൈവവും മനുഷ്യനും തമ്മിൽ ഉണ്ടായിരുന്ന ആ ബന്ധം, ആ കൂട്ടായ്മ, ആ തേജസ്, ദൈവത്തെ കാണുവാൻ, ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവത്തോട് സംസർഗം പുലർത്തുവാൻ കഴിഞ്ഞ ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ട് മനുഷ്യനിലേക്ക് മരണം പ്രവേശിച്ചതാണ് ആത്മീക മരണം എന്ന് പറയുന്നത്. അതാണ് എഫെസോസിലെ വിശ്വാസികളോട് പൗലോസ് പറയുന്നത്, അതിക്രമങ്ങളാലും മരിച്ചവരായിരുന്ന, പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെയും നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. യേശു കേട്ടോ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ. ഒന്ന്, ആത്മീക മരണം. 2, ശാരീരിക മരണം. ശാരീരിക മരണം. എന്താണ് ശാരീരിക മരണം എന്ന് പറയുന്നത്? മനുഷ്യനെ 3 ഘടകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒന്ന്, ദേഹം. എന്നെ പുറമെ കാണുന്നത് ആമൻ ദേഹമാണ്. ആമൻ 2, ആമൻ ദേഹിയുണ്ട്. ദേഹി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും ഇച്ഛകളുടെയും ഒക്കെ കേന്ദ്രമായിരിക്കുന്ന ആമൻ ബോധമണ്ഡലം എന്ന് പറയാം. ആമൻ 3, ആത്മാവ്. ആമേൻ എൻ്റെ യഥാർത്ഥ വ്യക്തിത്വം നിങ്ങൾ ഈ കാണുന്നതല്ല. ആമേൻ, സ്തോത്രം. എൻ്റെ ഉള്ളിൽ പൗലോസ് പറയുന്നുണ്ട്, ഗൂഢമനുഷ്യൻ, അകത്തെ മനുഷ്യൻ, ആത്മാവ് എന്നൊക്കെ പറയുന്നു. അപ്പൊ ശാരീരിക മരണം എന്താണ്? എൻ്റെ ഈ ശരീരത്തിൽ നിന്ന്, കൂടാരമാം ഈ ഭൗമ ഭവനത്തിൽ നിന്ന് ഈ കൂടാരം വിട്ട് ആത്മാവ് എന്നേക്കുമായി നിത്യതയിലേക്ക് മറയുന്ന പ്രക്രിയയ്ക്ക് ബൈബിൾ പറയുന്ന പേരാണ് ശാരീരിക മരണം.
അതെപ്പോഴും സംഭവിക്കാം, അതേത് സമയത്ത് സംഭവിക്കാം. മരണം പ്രിയപ്പെട്ടവർ ഒരിക്കലും ഒരു അത്ഭുതമല്ല. ഇത്ര സർവ്വസാധാരണമായ ഒന്ന് ഭൂമിയിലില്ല. സൂചനകളില്ലാതെ, മുന്നറിയിപ്പുകളില്ലാതെ പിന്നിലങ്ങു പതുങ്ങിയിരിക്കുന്ന നിത്യശത്രു മരണം ഒരിക്കൽ മുന്നിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മോചനമില്ല. ഇന്നെനിക്ക് സമയമില്ല, പരീക്ഷയുണ്ട്, നാളെ വാ, ആമേൻ എന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല. ഇന്നെനിക്ക് തിരക്ക് പിടിച്ച കാര്യമുണ്ട്, മരണമേ 2 ആഴ്ച കഴിഞ്ഞ് വാ എന്ന് പറയാൻ ആർക്കും കഴിയത്തില്ല. എത്ര അധികാരമുണ്ടെങ്കിലും, എത്ര ആരോഗ്യമുണ്ടെങ്കിലും, എത്ര സ്വാധീനമുണ്ടെങ്കിലും, എത്ര പണമുണ്ടെങ്കിലും, മരണം മുന്നിലെത്തി മാടി വിളിച്ചാൽ നീ മടങ്ങിയേ മതിയാകും. മനുഷ്യൻ അത്രയ്ക്ക് നശ്വരനാണ്. ശാരീരിക മരണം തീരുന്നോ? ശാരീരിക മരണം കൊണ്ട് മനുഷ്യ ജീവിതം അവസാനിക്കുന്നില്ല. അതാ ബൈബിൾ വ്യക്തമാക്കും, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും. സകല മനുഷ്യരും മരിച്ചനന്തരമായി ദൈവം വെച്ചിരിക്കുന്ന സമയമുണ്ട്. ആമേൻ. സകലരും ന്യായവിധിയുടെ മുൻപാകെ വെളിപ്പെടണം. ഈ ന്യായവിധിയുടെ ദൃശ്യം നമ്മളെ വെളിപ്പെടുത്തുന്നത്, ആമേൻ സ്തോത്രം, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നത് കണ്ടു. ആകാശവും ഭൂമിയും അവന്റെ മുമ്പിൽ ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന്റെ മുൻപാകെ വന്നു. ആരാണ് ഈ മരിച്ചവർ? നമ്മുടെ പല പ്രിയപ്പെട്ടൊരു മരിച്ചില്ലേ? എൻ്റെ ഫാദർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആളാണ്, മരിച്ചു. ആമേൻ സ്തോത്രം. മരിച്ചവർ ആബാലവൃദ്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാപത്തിൽ മരിച്ചവരെ കുറിച്ചാണ് പറയുന്നത്. ആമേൻ സ്തോത്രം. അല്ലാത്തവർ, ക്രിസ്തുവിൽ മരിച്ചവർ, എന്താ അവർക്ക് സംഭവിക്കുന്നത്? കർത്താവ് വരുമ്പോൾ അവർ ഉയർക്കും. ജീവനോടിരിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെട്ട് നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ന്യായവിധിക്കായി ഉയർത്തുവരുന്നത് ആരാണ്? മരിച്ചവർ ആബാലവൃദ്ധം. 2 വിധ മരണം ഇപ്പോഴും ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ക്രിസ്തുവിൽ മരിക്കുന്നവർ, 2 പാപത്തിൽ മരിക്കുന്നവർ. യേശു യഹൂദന്മാരെ നോക്കി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞാൽ, പാപവിമോചനം നേടാതെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ മരിക്കുന്നവരെല്ലാം എങ്ങനെയാ മരിക്കുന്നത്? ബൈബിൾ പറയുന്നത് പാപത്തിൽ മരിക്കുന്നവർ. അപ്പോൾ ന്യായവിധിയുടെ മുൻപാകെ, വെള്ളസിംഹാസനത്തിന്റെ മുൻപാകെ വന്നു നിൽക്കുന്നത് ആരാണ്? പാപത്തിൽ മരിച്ചവർ. ആബാലവൃദ്ധം സിംഹാസനത്തിന്റെ മുൻപാകെ വന്നു. പുസ്തകങ്ങൾ തുറന്നു. എല്ലാ പുസ്തകങ്ങളും, വിശുദ്ധ ബൈബിൾ ഉൾപ്പെടെ, ആമേൻ, പുസ്തകങ്ങൾ തുറന്നു. ഓരോരുത്തരെയും ന്യായം വിധിച്ചു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? അവനെ 10ാം ക്ലാസ്സിൽ ചേർക്കുകയാണ്? അല്ല, അവന് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. എന്തിനാ ജനന സർട്ടിഫിക്കറ്റ്? എന്തിനാ നമ്മളെ ജനന സർട്ടിഫിക്കറ്റ്? ഇന്ത്യയിൽ ജനിച്ച ഒരു കുഞ്ഞ് അവന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് തെളിവാണ്, ഇന്ത്യൻ പൗരനാണെന്നുള്ള തെളിവാണ്. അതാണ് ജനറൽ സർട്ടിഫിക്കറ്റ്. അതുണ്ടെങ്കിൽ ബാക്കി സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ ജനിച്ച ഒരു കുഞ്ഞ് ഇന്ത്യൻ പൗരനാണ്, ഇന്ത്യയുടെ അവകാശങ്ങൾ ഇവന് വേണം എന്ന് തെളിയിക്കുന്നതാണ് ബർത്ത് സർട്ടിഫിക്കറ്റ്, അവന്റെ ജനന സർട്ടിഫിക്കറ്റ്. സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ച് സ്വർഗരാജ്യത്തിൽ ജീവിക്കണമെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവും ദൈവമായി അംഗീകരിച്ച് അവിടുത്തെ പൗരനാണെന്ന് അംഗീകരിച്ച് അവിടെ കിട്ടുന്ന, ഞാനിങ്ങനെ പറയും, ഒരു ജനന സർട്ടിഫിക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയും, നീ സ്വർഗരാജ്യത്തിലെ പൗരനാണെന്ന് തെളിയിക്കുന്നതാണ് ജീവപുസ്തകത്തിൽ നിന്റെ പേര്. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മരണം ആമേൻ നിന്റെ പിന്നിലെങ്ങോ പതിയിരിപ്പുണ്ട്. ഇന്ന് രാത്രിയിൽ മരിച്ചാൽ പ്രിയ സുഹൃത്തെ ചോദിക്കട്ടെ, നിന്റെ പേര് ആമേൻ ഈ ലോകത്തിലെ പല രേഖകളിലും ഉണ്ടായിരിക്കാം. ഇന്ന് രാത്രി സ്വർഗരാജ്യത്തിൽ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ നേട്ടമെല്ലാം വ്യർത്ഥമാണ്. ഇന്ന് രാത്രി തന്നെ യേശുവിനെ സ്വന്തം രക്ഷിതായി ദൈവമായി അംഗീകരിക്കുന്ന ഈ മാത്രയിൽ തന്നെ സ്വർഗരാജ്യത്തിന്റെ പൗരനായി നിന്നെ അംഗീകരിച്ചുകൊണ്ട് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചാർത്തപ്പെടുന്ന രാത്രിയായി മാറുകയാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കെ തള്ളിയിടും. ഈ വെള്ളസിംഹാസന ന്യായവിധിക്ക് മറ്റൊരു പേരോടുണ്ട്, അന്ത്യനായ വിധി. അവിടെ ചെന്ന് നിന്നിട്ട്, അയ്യോ ഈ ഉപദേശിമാര് തൊണ്ടകീറി പ്രസംഗിച്ച സുവിശേഷം സത്യമായിരുന്നല്ലോ, ഞാൻ രക്ഷിക്കപ്പെടുന്നു എന്ന് അവിടെ നിന്ന് പറഞ്ഞാൽ അവസരമില്ല. ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാദിവസം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയോ. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന നാമമല്ലാതെ ഒരു നാമവുമില്ല. അവിടെ ചെന്ന് മാനസാന്തരപ്പെടാൻ പിന്നെ ഒരു അവസരമില്ല. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നീ പാപിയായി ജീവിക്കുന്ന ഈ ജീവിത വേളയിൽ തന്നെ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് പങ്കപ്പാടുകൾ സഹിച്ചു മരിച്ചത് എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി വിശ്വസിക്കുകയും വെള്ളത്തിൽ ഇറങ്ങി അവൻ സ്നാനമേറ്റ് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന അനുഭവം ഉണ്ടായില്ല എങ്കിൽ അസന്നിഗ്ധമായി ഇന്ന് രാത്രി ദേശത്തോട് വിളിച്ചു പറയട്ടെ,
അവൻ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്ന ഒരു നാളാണ്. യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ നിത്യജീവൻ കരഗതമാക്കും. പത്രോസ് ചോദിക്കുകയാണ്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ആമേൻ, സ്തോത്രം. യേശു പറഞ്ഞു, ആമേൻ, ഇസ്രായേൽ ഗോത്രത്തെ ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ, ആമേൻ, സ്തോത്രം, ആ വേദിയിൽ, ആമേൻ, സിംഹാസനത്തിൽ ഉണ്ടായിരിക്കും. മാത്രമല്ല, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തുപേക്ഷിച്ചാലും 100 മടങ്ങോടുകൂടെ നിത്യജീവനും നിങ്ങൾക്ക് ലഭ്യമാകും. നിത്യജീവനും നിങ്ങൾക്ക് ലഭ്യമാകും. ഇന്ന് രാത്രി സുവിശേഷം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിൽ വിശ്വസിച്ചാൽ എന്ത് കിട്ടും? യേശുവിനെ അറിഞ്ഞാൽ എന്ത് കിട്ടും? എന്താണ് യേശുവിൽ മാത്രം ആമേൻ എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവർ, ഞങ്ങൾ വിളിച്ചു പറയട്ടെ, യേശു നിങ്ങൾക്ക് സമാധാനം നൽകും. യേശു നിങ്ങൾക്ക് സന്തോഷം നൽകും. യേശു നിങ്ങളുടെ ആമേൻ പ്രശ്നങ്ങളെ പരിഹരിക്കും. യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷയമാണെങ്കിലും അതിന് വിടുതൽ നൽകും. നിങ്ങൾ ഭാരപ്പെടുന്ന ഏത് വിഷയങ്ങൾക്ക് കർത്താവ് വിടുതൽ നൽകും. അത് ഈ ഭൂമിയില്ല. ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നില്ല, നിത്യജീവനുണ്ട്. ആമേൻ. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവ മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയാണ്. മനുഷ്യന് സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ ഒരേ ഒരു പോംവഴി, ആമേൻ, അത് യേശുക്രിസ്തു മാത്രമാണ്. പാപവിമോചനം നേടാതെ മരിക്കുകയാണെങ്കിൽ വലിയൊരു ന്യായവിധിയുണ്ട്. ന്യായവിധിക്ക് അനന്തരമായി നിത്യ നരക ദണ്ഡന തീപ്പൊയ്കയിലേക്ക് മനുഷ്യർ നിവദിക്കപ്പെടേണ്ടി വരും. ആ അനുഭവം ഉണ്ടാകാതിരിക്കേണ്ടതിന് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിൽ ഇന്ന് രാത്രി തന്നെ അഭയം പ്രാപിച്ച് പാപജീവിതത്തോട് വിട പറഞ്ഞ് യേശുവിനെ സ്വന്തം രക്ഷിതാവും ദൈവമായി അംഗീകരിച്ച് ദൈവവൈതലായി മാറ്റപ്പെട്ട് നിത്യജീവൻ അവകാശികളായി തീരുവാൻ ഇന്ന് രാത്രി ശ്രോതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണുകൾ ശാന്തമായി നടച്ചാട്ടെ, നമുക്ക് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. പത്രോസ് ചോദിക്കുന്നു, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞങ്ങൾക്ക് എന്ത് കിട്ടും? ആമേൻ, സ്തോത്രം. ഒരുപാട് പേര് യേശുവിനെ തള്ളിക്കളഞ്ഞു ആമേൻ പോകുന്നത് പത്രോസ് ഒരിക്കൽ കണ്ടു. യേശു 12 അപ്പോസ്തലന്മാരോടായി പറഞ്ഞു, എല്ലാവരും എന്നെ വിട്ടു പോവുക, നിങ്ങൾക്കും പോകാം, നിങ്ങൾക്കും പോകാം, നിങ്ങൾക്കും പോകാം. എന്ത് കിട്ടുമെന്ന് ചോദിച്ച പത്രോസ് അവസാനം പറയുകയാണ്, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്. നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകാനാ? നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകാൻ? ഇന്ന് രാത്രിയിൽ യേശുവിനെ തിരിച്ചറിയുന്നവർ പറയും, യേശു എനിക്ക് മതിയായവനാണ്, യേശു എനിക്ക് സകലവുമാണ്. ആ സ്നേഹം തിരിച്ചറിഞ്ഞ അവൻ ദൈവമക്കൾ പറയും, എൻ്റെ ഏത് വിഷയത്തിനും യേശു മതിയായവനാണ്, മതിയായവനാണ്. ആ സ്നേഹമെന്ന് രുചിച്ചറിയുവാൻ ഇന്ന് രാത്രി എത്ര പേര് തയ്യാറാകും? നിന്റെ ആത്മീക വിഷയത്തിൽ, നിന്റെ ഭൗതിക വിഷയത്തിൽ, നിന്റെ ശാരീരിക വിഷയത്തിൽ, നിന്റെ മാനസിക വിഷയത്തിൽ, നിന്റെ സാമ്പത്തിക വിഷയത്തിൽ, നിന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ, നിന്റെ തലമുറയുടെ വിഷയത്തിൽ, അവൻ നിന്റെ ദേശത്തിന്റെ വിഷയത്തിൽ അവൻ ആശ്രയം വെപ്പാൻ ഒരേ ഒരുവൻ, അവനാണ് യേശു. ആ സ്നേഹം ഇന്ന് രാത്രി എത്ര പേര് രുചിച്ചറിയുവാൻ തയ്യാറാണ്? യേശുവിൽ വിശ്വസിച്ച നിനക്ക് സകലവും സാധ്യമാണ്. യേശുവിൽ വിശ്വസിച്ച നിനക്ക് സകലവും ലഭ്യമാണ്. ഈ ലോകത്തിലും വരും ലോകത്തിലും തിരിച്ചറിഞ്ഞാട്ടെ, യേശു സമാധാനം നൽകും. യേശു നിന്റെ സകല വിഷയങ്ങൾക്കും വിടുതൽ നൽകും. യേശു മരണത്തിനപ്പുറം നിത്യ സ്വർഗരാജ്യത്തിലേക്ക് നിന്നെ നയിക്കും. നിന്റെ പാപം പരിഹരിക്കും, നിനക്ക് രക്ഷ നൽകും. നിന്റെ ആത്മാവിന്റെ ആത്മീക മരണത്തിൽ നിന്ന് നിനക്ക് വിടുതൽ നൽകും. ഇന്ന് രാത്രി ഈ ലോകത്തിലും വരും ലോകത്തിലും മനുഷ്യനെ നയിപ്പാൻ ഒരേ ഒരു രക്ഷിതാവ്, അത് നസറേനായ യേശുക്രിസ്തു മാത്രമാണ്. യേശുവിനെ അനുഗമിച്ചാൽ എന്ത് ലഭ്യമാകുമെന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി തിരിച്ചറിയൂ. ആമേൻ. ഇതെല്ലാം കരഗതമാക്കുവാൻ താൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചു നിൽക്കുന്നവരോട് പറയട്ടെ, അവൻ 1 രൂപ മുടക്കാതെ, നിങ്ങളുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കാതെ, ആ ഇരിക്കുന്ന ഇരിപ്പിൽ, ആ നിൽക്കുന്ന നിൽപ്പിൽ, യേശുവേ ഞാനൊരു പാപിയാണ്, അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നത് എൻ്റെ പാപം പരിഹരിപ്പാനാണ്, അങ്ങ് പങ്കപ്പാടുകൾ സഹിച്ചത് ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ്, അങ്ങ് മരിച്ചത് എനിക്ക് പകരമാണ്, അങ്ങ് മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റത് എനിക്ക് നിത്യജീവൻ നൽകുവാൻ വേണ്ടിയാണ്. അങ്ങ് എൻ്റെ രക്ഷിതാവ്, അങ്ങ് എൻ്റെ ദൈവം, അങ്ങനെ പാപത്തിൽ നിന്ന് വിടിവിക്കുന്നു, മരണത്തിനപ്പുറമുള്ള നിത്യജീവനിലേക്ക് അങ്ങനെ നയിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആ മാത്രയിൽ തന്നെ ആമേൻ താങ്കളെ ഒരു ദൈവവൈതലാക്കി തീർക്കുവാൻ, താങ്കളുടെ ജീവിതത്തിൽ വന്ന് ഇടപെടുവാൻ, സ്വാധീനം ചെലുത്തുവാൻ, സകല പ്രശ്നങ്ങളും പരിഹരിച്ചൊരു ദൈവവൈതലായി നിത്യതയിലേക്ക് നയിപ്പാൻ യേശുവിൻ്റെ സാന്നിധ്യം താങ്കളുടെ അരികിലുണ്ട്. മരിച്ചു മൺമറഞ്ഞവനെയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്ന നടുവിൽ ഞാൻ ഉണ്ടെന്ന്
എന്ന് അരുളി ചെയ്ത കർത്താവ് ഈ ശബ്ദസീമയിൽ യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നുണ്ട്. ആമേൻ. ഭവനങ്ങളിൽ യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഈ തെരുവുകളിൽ യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നുണ്ട്. ആമേൻ. ഈ വഴിയോരങ്ങളിൽ യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നുണ്ട്. യേശു താങ്കളെ തൊടുന്നു, യേശു താങ്കളെ തൊടുന്നു, യേശു താങ്കളെ തൊടുന്നു. ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്തങ്ങളിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന്, അസമാധാനത്തിന്റെ അന്തരീക്ഷങ്ങളിൽ നിന്ന്, പൈശാചിക ആധിപത്യങ്ങളിൽ നിന്ന്, ശാപങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി യേശു താങ്കളെ വിടുവിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. രാത്രി ഒന്നിച്ച് ദൈവവചന വിചിന്തനം ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തതിനാലെ സ്തോത്രം ചെയ്യുന്നു. യേശുവിനുള്ള വിശ്വാസത്താൽ ലഭ്യമാകുന്ന ആത്മീക ഭൗതിക വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ കർത്താവ് കൃപ ചെയ്തുവല്ലോ. അതെല്ലാം കരഗതമാക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളുടെ ശ്രോതാക്കൾ ഏവരെയും ദൈവം അതിനായി ഒരുക്കുന്നതിനാലെ സ്തോത്രം. വചനം കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥനകളും യാതനകളും ദൈവം കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എനിക്കിങ്ങനെ അവസരം തന്ന ബഹുമാന്യ കർത്തദാസൻ പക്ഷേ രതീഷ് അവറുകളോടും വാത്സല്യ സഭയോടും പ്രിയപ്പെട്ടവരോടും എല്ലാവരോടുമുള്ള എൻ്റെ നന്ദിയെയും വന്ദനത്തെയും അറിയിക്കുന്ന ഗോഡ് ബ്ലെസ് യു. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സന്ദേശം കേൾക്കുവാൻ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ദാസനെയും കുടുംബത്തെയും വീണ്ടും കർത്താവ് ശക്തമായ നിലകളിൽ അനുഗ്രഹിച്ച് നടത്തുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളതയും മുൻപാകെ അടയ്ക്കാം. നമുക്ക്